നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന് എല്ലാ സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് വലിയൊരു വിവാദമുണ്ടായ വിഷയമാണ് മാർപ്പാപ്പ ലൂസിഫറിനെ പുകഴ്ത്തി ഒരു പാട്ട് പാടി. അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പലരും കണ്ടു കാണും. അപ്പൊ ലൂസിഫറിനെ പുകഴ്ത്തി എന്നുള്ളതായിരുന്നു ആരോപണം. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയും അവരുടെ കർദിനാൾമാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും നമ്മൾ കേട്ടു. അതിനകത്ത് വ്യക്തമായി ലൂസിഫറിന് കേൾക്കാൻ ലൂസിഫറിനെ പുകഴ്ത്തുന്നുണ്ട്. അപ്പൊ അതൊരു വിവാദമായിരുന്നു. കത്തോലിക്ക വിശ്വാസികൾക്ക് പോലും ഇടർച്ചയായിപ്പോയി ഈ ലൂസിഫറിനെ ഒക്കെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ. പിന്നീട് അതിനൊരു വിശദീകരണം നൽകിയത് ഈ ലൂസിഫർ എന്നത് ലത്തീൻ വാക്കാണ്. ലത്തീൻ ഭാഷയിൽ ലൂസിഫർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മോർണിംഗ് സ്റ്റാർ എന്നാണ്, ഉദയനക്ഷത്രം എന്നാണ്. ഉദയനക്ഷത്രം വെളിപ്പാടിന്റെ പുസ്തകത്തിൽ കർത്താവായ യേശു ശുഭ്രമായ ഉദയനക്ഷത്രം എന്ന് പറയുന്നുണ്ട്. അപ്പം സെയിന്റ് ജെറോം ലത്തീൻ വൾഗറ്റ് ബൈബിൾ ഉണ്ടാക്കിയ സമയത്ത് ഈ ലൂസിഫർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, ആദിമ നൂറ്റാണ്ടുകളിൽ ലൂസിഫർ എന്ന പേരുള്ള ധാരാളം സഭാപിതാക്കന്മാരുണ്ടായിരുന്നു, അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ. അതിലൊരു ലൂസിഫർ മാർപ്പാപ്പയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹം ഒഫീഷ്യലി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടില്ല എങ്കിലും സെയിന്റ് ലൂസിഫർ എന്ന് പലരും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ സഭാചരിത്രം പഠിച്ചാൽ ലൂസിഫേറിനിസം ഒക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. പിന്നീട് ഈ ഹോളിവുഡ് സിനിമകളുടെയും നോവലുകളുടെയും സ്വാധീനം വന്നപ്പോഴാണ് ഈ ലൂസിഫർ എന്നുള്ള ആ വാക്ക് ഒത്തിരി പോപ്പുലർ ആയത്. സിനിമകളുടെയും നോവലുകളുടെയും അടിസ്ഥാനത്തിൽ ഉപദേശങ്ങൾ രൂപപ്പെടുത്തുന്നവർക്ക് ആ വാക്കിൽ ഇടർച്ച സംഭവിച്ചു. അവരുടെ ആ പ്രാർത്ഥന 100-400 വർഷമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതായത് വർഷത്തിൽ ഒരിക്കലോ മറ്റോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പെസഹ വ്യാഴാഴ്ചയോ ഈസ്റ്ററിനോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പൊ അവരൊരു പഴയ പുസ്തകത്തിൽ നിന്ന് ആ പ്രാർത്ഥന ചൊല്ലിയപ്പം ഈ വാക്ക് വന്നു, അവരത് ചൊല്ലി. അവരെ സംബന്ധിച്ച് അത് ഇടർച്ചയില്ല, കാരണം അവർ നൂറ്റാണ്ടുകളായി പറയുന്നത്. പക്ഷേ പുതുതായി കേട്ടവർക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കാം, ലൂസിഫർ എന്ന് പറഞ്ഞ ആരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് ഇടർച്ചയായി പോയി. അപ്പൊ ഇതെല്ലാം വാക്കുകൾ അതിന്റെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് ഓരോ കാലം കഴിയുമ്പം ആ വാക്കുകൾക്ക് മാറ്റം വരും. ഇപ്പൊ ഞാൻ ഒരിക്കലും ലൂസിഫർ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ ഞാനങ്ങനെ ചെയ്യാറുമില്ല. ഈ കാലഘട്ടത്തിലെ അണ്ടർസ്റ്റാൻഡിങ് മറ്റൊരു രീതിയിലാണ്. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഉപദേശത്തിന്റെ വിഷയത്തിൽ വരുമ്പോൾ നമ്മൾ സൂക്ഷ്മമായി പഠിക്കണം. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ 2000 വർഷം മുമ്പ് പറഞ്ഞാണ്. ബൈബിളിലെ മറ്റ് പുസ്തകങ്ങളെല്ലാം കൂടെ എടുക്കുമ്പോൾ ഒരു 3500 വർഷം മുമ്പ് തൊട്ടുള്ള പശ്ചാത്തലത്തിലാണ്. അപ്പൊ റാൻഡമായിട്ട് എവിടുന്നെങ്കിലും ഒരു വാക്യം എടുക്കും, എവിടുന്നെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് പിന്നെ വ്യാഖ്യാനിക്കണം. ബൈബിളിൽ അങ്ങനെയുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകളും ഇത് ആരോട് എപ്പോൾ എന്തിന് എവിടെ വെച്ച് എങ്ങനെ ഇത്രയും കാര്യങ്ങൾ പരിശോധിക്കണം. അപ്പൊ ഇതൊന്നും പരിശോധിക്കാതെ നമ്മളങ്ങ് വിശ്വസിക്കും. ഒരു ഉപദേശം വന്നിട്ട് ബൈബിൾ എടുത്ത് കാണിക്കുകയാണ്, ഇത് കണ്ടോ, അപ്പൊ ശരിയാണല്ലോ. പക്ഷെ ഇത് ആരോട് എന്തിന് എപ്പോൾ എങ്ങനെ എവിടെ വെച്ചു പറഞ്ഞു എന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാതെയാണ് ഇത് നമ്മൾ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പഠിക്കണം. സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം തന്റെ ശിഷ്യന്മാർക്ക് നൽകി. തന്റെ ശിഷ്യന്മാർക്ക് സുവിശേഷം നൽകി അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നാട് നീളെ സഞ്ചരിച്ചു. ജാതികൾ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. നമ്മൾ വായിക്കുന്നുണ്ട്, ജാതികൾ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. പക്ഷേ യഹൂദന്മാർ എന്ത് ചെയ്തു? യഹൂദന്മാർ പോയി ജാതികളെ ഇളക്കിയിട്ട് അപ്പോസ്തലന്മാരെ ഉപദ്രവിപ്പിച്ചു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ആദിമ നൂറ്റാണ്ടിലെ ആ സുവിശേഷം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നു. വാട്ട് വാസ് ദ പ്രിമിറ്റീവ് ഫോം ഓഫ് ഗോസ്പൽ? അതിന്റെ ആ സുവിശേഷത്തിന്റെ പ്രാഥമിക രൂപം. അപ്പൊ സുവിശേഷത്തിന്റെ പ്രാഥമിക രൂപത്തിൽ ഇപ്പൊ ഇന്നലെ ഈ നരകമില്ലെന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര പ്രശ്നമാണ് ആളുകൾക്ക്. നരകം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് എഴുതിയിരിക്കുന്നത് വായിക്കുക, നിത്യ നരകം എന്നാണ് എഴുതിയത്. അപ്പൊ നരകം നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ, അല്ലെ നിങ്ങൾ ഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു നരകമില്ല എന്നുള്ളതാണ് അർത്ഥമാക്കിയത്. അതുകൊണ്ട് നരകം എന്താണ്, യേശു എന്താണ് പറഞ്ഞത്, ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ സുവിശേഷം മായം കലർത്തപ്പെട്ടു, സുവിശേഷം അട്ടിമറിക്കപ്പെട്ടു, സുവിശേഷം മലിനമാക്കപ്പെട്ടു. അപ്പൊ സുവിശേഷം തേജസ് ഉള്ളതാണ്. ആ തേജസ്സുള്ള സുവിശേഷം തേജസ് ഇല്ലാത്ത സുവിശേഷമായി പോയി. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മലതങ്കം മാറിപ്പോയി. അപ്പൊ പൊന്നു മങ്ങിപ്പോയി, നിർമ്മലതങ്കം, സുവിശേഷം പൊന്നായി ഉള്ള സുവിശേഷമാണ്, നിർമ്മല തങ്കമായ സുവിശേഷമാണ്. അത് മങ്ങൽ സംഭവിച്ചു. ഇനിയിപ്പോ നരകത്തെ പറ്റി നമ്മൾ ചിന്തിക്കാം. നരക ചിന്ത, ഈ നരകം എന്നതിനെ കുറിച്ച് സുവിശേഷകരുടെയും ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഇവിടെ ഒരു പാസ്റ്റർ എന്നോട് ചോദിച്ചു, നിങ്ങൾ നരകമില്ലെന്ന് പറഞ്ഞു. ഭയങ്കര അരിശുദ്ധി വന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അന്നേരം പുള്ളിക്ക് ആശ്വാസം, അത് മതി, ഞാൻ ഒരാളിങ്ങനെ കേട്ടു നിങ്ങൾ നരകമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരാളുടെ നരകത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണം കൊടുത്തു. ആ ആള് പോയി ആ പാസ്റ്ററോട് പറഞ്ഞതാണ്. ഇപ്പൊ ഈ നരകം എന്താണ് എന്നുള്ളത് നമ്മൾ ശരിയായ വിധത്തിൽ പഠിക്കാൻ പോവാം. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷം ശിഷ്യന്മാർ കേട്ട് ഗ്രഹിച്ചു, വ്യക്തമായ ബോധ്യത്തോടെ ആ സുവിശേഷം പറഞ്ഞു. പിന്നീട് നരകം ഈ സുവിശേഷത്തിൽ ആഡ് ചെയ്യപ്പെട്ടു. നരകം എന്ന് പറയുന്നതിനെ പറ്റിയുള്ള സങ്കല്പം ഇതാണ്: കോടിക്കണക്കിന് ആളുകളെ, നരകത്തിലാണ് കൂടുതൽ ആളുകൾ പോകുന്നതെന്നാണ് വിശ്വാസം. കാരണം രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കം എന്നുള്ളൊരു വാക്യം ഉള്ളതുകൊണ്ട്
വളരെ കുറച്ച് ആളുകൾ. ഇനി ഞാൻ പറയാം, ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ ചർച്ചിൽ പോകുന്ന ആളുകൾ, അവരുടെ ഇടയ്ക്ക് നടക്കുന്ന ഒരു കോമഡി ഉണ്ട്. ഞാൻ മിക്കവാറും ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ ഇരുന്ന് കാണും ഓരോരുത്തർ. ഞാൻ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലെ കാര്യം പറയുന്നത്, ഈ ആകെപ്പാടെ ഒരു പ്രസംഗമൊന്നും വിജയിക്കുന്നില്ലെന്ന് കാണുമ്പം പ്രസംഗര് ചെയ്യുന്ന ഒരു പൊടിക്കൈയാണ്. ഇപ്പൊ പിള്ളേർ നമ്പർ എന്നൊക്കെ പറയും. അപ്പൊ ഈ പൊടിക്കൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഡിയൻസ് നോക്കിച്ച് ഇന്ന് കർത്താവ് വന്നാൽ, ഇപ്പൊ കർത്താവ് വന്നാൽ അവനോടുകൂടെ പോകുമെന്ന്, അല്ലെങ്കിൽ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈപൊക്കിയാട്ടെ. അപ്പോഴേക്കും നമ്മൾ ഓഡിയൻസിനെ പെട്ടെന്ന് ഈ വീഡിയോക്കാരൻ്റെ ഓഡിയൻസിനെ കാണിക്കും. എന്നിട്ട് തന്നെ പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നു, ചിലർ തലകുനിച്ചിരിക്കുന്നു. ആകെപ്പാടെ ഒരു ദേ ആർ മോക്കിംഗ് ഗോഡ്. ആ നടപടി നടത്തിയിട്ടുള്ള ഉപദേശമാരെന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, യു ആർ ജസ്റ്റ് മോക്കിംഗ് ഗോഡ്. കാൽവരി ക്രൂശിൽ കർത്താവായ യേശു പൂർണ്ണ നഗ്നനായി തൂക്കപ്പെട്ടു. ശരീരം മുഴുവൻ കണ്ടാലൊരു ആളെന്ന് തിരിച്ചറിയാനാവാത്ത വിധം മുറിവുകൾ ഏറ്റ്, ക്ഷതങ്ങളേറ്റ് ആ ക്രൂശിൽ കിടന്നപ്പോൾ ആ കർത്താവ് എത്രമാത്രം പരിഹസിക്കപ്പെട്ടോ, അതിനേക്കാൾ വലിയ പരിഹാസമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഒരു ഓഡിയൻസിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളിൽ എത്ര പേർ പോകും? യു ആർ ജസ്റ്റ് മോക്കിംഗ് ക്രൈസ്റ്റ് ജീസസ്. നിങ്ങൾ അവന്റെ ത്യാഗത്തിന്റെ വിലയെ തുച്ഛീകരിക്കുകയാണ്. നിങ്ങൾ അവന്റെ ക്രൂശിനെ പരിഹസിക്കുകയാണ്. നിങ്ങൾ ദൈവപുത്രനെ നിന്ദിക്കുകയാണ്. നിങ്ങളെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണുകയാണ്. നിങ്ങൾ ആ പരിശുദ്ധ രക്തത്തെ ചവിട്ടി മെതിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്താണെന്ന് വെച്ചാൽ വളരെ ദുഃഖത്തോടെ പറയേണ്ടിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇതുവരെ സുവിശേഷം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. സുവിശേഷം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒരു മതപ്രചരണവും ഉപജീവന ഉപാധിയുമായി ഈ പുസ്തകം കൊണ്ട് ഇറങ്ങി നടക്കുകയാണ്. ഞാൻ പിന്നെയും പറയുന്നു, ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു, ഫോർ യു ദിസ് ഈസ് ജസ്റ്റ് എ വേ ടു മേക്ക് എ ലിവിങ്. ഉപജീവനത്തിനുള്ള ഒരു ഉപാധിയായി മാത്രം ഈ പുസ്തകത്തെ, എന്നിട്ട് പറയും ഈ കറുത്ത പുസ്തകം എടുത്തതിൽ പിന്നെ എനിക്കൊരു കുറവുണ്ടായിട്ടില്ല. എന്തോ കുറവുണ്ടാകാൻ ആളുകളെല്ലാം പേടിപ്പിച്ച് അവരിൽ നിന്ന് വരിസംഖ്യ പിരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെന്തോ കുറവുണ്ടാകാൻ? മെയ് അനങ്ങാതെ പണി ചെയ്യാതെ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് പുസ്തകമായിട്ട് ഇറങ്ങും. അതിന്റെ ABCD അറിയത്തില്ല, ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ല. വായിച്ചാൽ തന്നെ എന്ത് മനസ്സിലായത്, ആരോട് എന്തിനു പറഞ്ഞ എന്നും മനസ്സിലാകുന്നില്ല. ഈയിടെ എന്നാൽ ഇവിടെ ഒരു ഭാഷ വന്നു, ഞാനിവിടെ ഏത് ഭാഷ വന്നാലും സ്വീകരിക്കും കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഭാഷമാർ വരുന്നത്. അപ്പോൾ ഒരു ഭാഷ വന്നിരുന്നത് സർഗോനെ കുറിച്ചുള്ള പ്രവാചകം ഉള്ളിൽ വായിക്കുക, വൈകിട്ടത്തേക്കുള്ള പ്രസംഗം ഉണ്ടാക്കുക. ഞാൻ ചോദിച്ചു, ഭാഷ ആരാ സർഗോൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകാത്ത ഏത് ഒരു വാക്ക് ബൈബിൾ വന്നാലും അതെല്ലാം പിശാചം. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല സർഗോനെ. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവ സ്വഭാവം അടിസ്ഥാനപരമായിട്ട്. അപ്പൊ ഇന്ന് ഞാൻ നരകത്തെക്കുറിച്ച് പറയുന്നത് ഒരു കോൺസെപ്ച്വൽ പ്രസന്റേഷൻ, അതായത് ഒരു കോൺസെപ്റ്റ്. ഈ നരകം, നിങ്ങൾ കരുതുന്ന നരകമില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ള കോൺസെപ്റ്റാണ് പറയുന്നത്. പിന്നീട് അടുത്ത ദിവസങ്ങളിൽ അതിന്റെ എറ്റിമോളജിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും ബാക്കി ലോജിക്കൽ തിയോളജിക്കൽ കോണ്ടെക്സ്റ്റിലും എല്ലാം ഇപ്പൊ പറയും. ബാക്കി എറ്റിമോളജിക്കലും ഹിസ്റ്റോറിക്കലും ബാക്കി എക്സ്പ്ലനേഷൻസ് അടുത്ത ദിവസം തരും. പിന്നെ നിങ്ങളുടെ കൗണ്ടർ ക്വസ്റ്റ്യൻസ് മുഴുവൻ ആൻസർ ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ ചോദ്യങ്ങൾ കാണും, ആ ചോദ്യങ്ങളെല്ലാം ഞാൻ നോക്കും. ഇപ്പൊ അഭിലാഷ് രാജ് പനക്കൽ എന്ന ഒരു പാസ്റ്ററുണ്ട്, ഗുജറാത്ത് സ്വദേശിയാണ്. സ്വദേശിയല്ല, ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം 8 ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് കുറച്ചു മുമ്പേ കണ്ടത്. ഓൾ 8 ക്വസ്റ്റ്യൻസ് വിൽ ബി ആൻസർ. അടുത്ത ആഴ്ച ആദ്യത്തെ ലൈവിൽ ആ 8 ചോദ്യങ്ങൾക്ക് ഉത്തരം തരും. ഒരു ചോദ്യവും ഉത്തരവില്ലാതെ പോകത്തില്ല. കാരണം ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇൻ ദിസ് ഗോസ്പൽ ഓൾ ക്വസ്റ്റ്യൻസ് വിൽ ബി ആൻസർ ആൻഡ് വി ഹാവ് ആൻസേഴ്സ്. ഉത്തരങ്ങളുള്ള ഒരു സുവിശേഷമാണ്. കാരണം ഇത് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞാണ്. ഞങ്ങൾക്ക് വി നോ വെരി വെൽ വാട്ട് ഇറ്റ് ഈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് യു ആർ കൺഫ്യൂസ്ഡ്, നിങ്ങൾക്ക് അറിയത്തില്ല. അതിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള നരക സിദ്ധാന്തം മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്ത് ലജ്ജിക്കുക. മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്ത നരക സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന നിങ്ങൾക്ക് അയ്യോ ദുരിതം. ഇപ്പോ ഇന്നലെ ഒരാൾ പറഞ്ഞു, ഒരു പുതിയ ഉപദേശം ഇറങ്ങിയിട്ടുണ്ട്, നീ പോടാ കൊച്ചനെ. എന്തോ പുതിയ ഉപദേശം? ദിസ് ഈസ് ദ വെരി പ്രിമിറ്റീവ് ഫോം ഓഫ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധവും ഏറ്റവും കൃത്യവും ഏറ്റവും ആദിമ രൂപം ആണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. there was no hell, no such hell. അങ്ങനെ ഒരു നരകം അതിനകത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പഠനത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവശാസ്ത്രം പഠിക്കും. ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ വാക്യം വെച്ചല്ല പഠിക്കും. നമ്മൾ ആദ്യം ദൈവശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നീട് വാക്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ആ വാക്യങ്ങൾ നമ്മുടെ ദൈവശാസ്ത്രത്തിന് നിരക്കാത്ത വാക്യങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് നോക്കി മനസ്സിലാക്കുക, അത് എങ്ങനെയാണെന്ന് അതിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് പരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അല്ല എവിടെന്നെങ്കിലും പോയി ഒരു വാക്യം എടുത്തുകൊണ്ട് വരികയല്ല. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു, ഇൻഫിനിറ്റ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ഇത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പൊ ദൈവം എങ്ങനെയുള്ള സ്നേഹമാകുന്നു? പരിമിതമായ സ്നേഹമാണോ? നിബന്ധനകളുള്ള സ്നേഹമാണോ? അപ്പൊ ഈസ് ഇറ്റ് എ കണ്ടീഷണൽ ലവ് ഓർ എ ലിമിറ്റഡ് ലവ്? ഗോഡ് ഈസ് ലവ്, അൺകണ്ടീഷണലി അൺലിമിറ്റഡ് ലവ്. എടറിക്കഴിഞ്ഞു. ആരാ എടറിയത്? മതം എടറി, റിലീജിയൻ. അപ്പൊ നിങ്ങൾ റിലീജിയനിലാണോ ക്രിസ്തുവിലാണോ എന്ന് ചിന്തിക്കുക. അപ്പൊ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ ആർക്ക് സ്നേഹമാകുന്നു?
അപ്പൊ ദൈവം അപരിമിതമായി, നിബന്ധനാരഹിതമായി ദൈവം സ്നേഹമാകുന്നു. അൺകണ്ടീഷണൽ ലവ് വിത്ത് നോ ലിമിറ്റ്. അപ്പൊ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഇൻഫിനിറ്റ് ഗോഡ്, ആ ഇൻഫിനിറ്റ് ലവ് കാണിക്കുമ്പം ലിമിറ്റഡ് ബീയിങ് ആയ മനുഷ്യന്, പരിമിതിയുള്ള മനുഷ്യന് ആ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവനൊന്നും കിട്ടാതെ ആ പടകിൽ നിസ്സഹായനായി ആ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ശീമോന്റെ അരികിലേക്ക് യേശു വന്നിട്ട് കരുണാമയനായ കർത്താവ് പറയാണ്, ശീമോനെ, നീ പടകിന്റെ വലതുഭാഗത്ത് വല വീശുവി. പടകിന്റെ വലതുഭാഗത്ത് വല വീശി വല നിറയെ മീൻ കിട്ടിക്കഴിഞ്ഞപ്പോ പത്രോസ് കരഞ്ഞോണ്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നെ വിട്ടു പോകണം. കാരണം അവന് താങ്ങാൻ കഴിഞ്ഞില്ല, ആ സ്നേഹത്തെ താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ ദൈവത്തിന്റെ സ്നേഹം, ഈ വലിയ സ്നേഹം, ഈ ഇൻഫിനിറ്റ് ലവ്, ഈ ഫൈനൈറ്റ് മനുഷ്യന് താങ്ങാൻ കഴിയുന്നില്ല. അപ്പം ദൈവത്തിന്റെ സ്നേഹത്തെ താങ്ങാൻ ഒരു മനുഷ്യനെ പരുവപ്പെടുത്തുന്നതിന്റെ പേരാണ് സുവിശേഷം. ദൈവത്തിന്റെ സ്നേഹത്തെ, അനന്തമായ സ്നേഹത്തെ പരിമിതനായ മനുഷ്യന് താങ്ങാൻ കഴിയത്തില്ല. അപ്പൊ ആ ദൈവത്തിന്റെ സ്നേഹത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ, ആ ദൈവത്തിന്റെ സ്നേഹത്തെ താങ്ങുവാൻ, ആ ദൈവത്തിന്റെ സ്നേഹത്തോട് പ്രതികരിക്കുവാൻ, അതിനുവേണ്ടി പരിചയപ്പെടുത്തുന്ന സുവിശേഷം. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. ഇതല്ലാതെ ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല. അപ്പോ ഈ ദൈവത്തെ എന്താക്കി മാറ്റുകയാണ്? ഈ ലോകത്ത് ഇന്ന് വരെ ഒരു ഏറ്റവും ക്രൂരനായ മനുഷ്യന്റെ ഏറ്റവും വൈൽഡ് ഇമാജിനേഷനിൽ, ഏറ്റവും വന്യമായ ഭാവനയിൽ, ഭ്രാന്തമായ ഭാവനയുടെ അങ്ങേയറ്റത്തു പോലും ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് മനുഷ്യരെ തീക്കകത്തിട്ട് കോടിക്കണക്കിന് വർഷങ്ങൾ വറുത്തെടുക്കുക. ഭയങ്കരമായ ക്രൂരമായ പീഡനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, മനുഷ്യർ ചെയ്യുന്ന ക്രൂരമായ പീഡനങ്ങൾ. പക്ഷെ ആ ക്രൂരമായ പീഡനങ്ങൾക്കകത്തു ഒരിക്കലും നമുക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു സംഭവമാണിത്. അത് 1, 2, 3, 100, 5, 500, 600 ഒന്നും അല്ല, ഇവർ സമ്മതിക്കത്തില്ല. കോടിക്കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കും. അപ്പൊ എന്തൊരു ദൈവത്തെയാണ് നിങ്ങൾ ഈ ലോകത്തിന് വരച്ചു കാണിക്കുന്നത്? അതൊരിക്കലും കർത്താവായ യേശു വരച്ചു കാണിച്ച ദൈവമല്ല. അപ്പൊ കർത്താവായ യേശുവിന്റെയും പിതാവായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും എല്ലാ പ്രതിച്ഛായം കളയാണ്. ഇവര് പറയാണ് ദൈവം ഇങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ മാറും. അപ്പൊ ഞാൻ കുറച്ച് അടിസ്ഥാന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു പ്രധാന അടിസ്ഥാനം പറഞ്ഞു. അതായത് ദ മിഷൻ ഓഫ് ക്രൈസ്റ്റ് ജീസസ്, ഗോഡ് സെൻഡ് ഹിസ് സൺ ഫോർ വാട്ട്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത്. 1 ടു റിഡീം, 2 ടു റിസ്റ്റോർ, വീണ്ടെടുക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും. അപ്പോ റിഡംഷൻ ആൻഡ് റിസ്റ്റോറേഷൻ, ദാറ്റ് ഈസ് ഗോസ്പൽ. സുവിശേഷം എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്, റിഡംഷൻ ആൻഡ് റിസ്റ്റോറേഷൻ. 2R ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞു റോൾസ് റോയ്സ് പോലെ ഇരിക്കും. റിഡംഷൻ ആൻഡ് റിസ്റ്റോറേഷൻ, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പുത്രനെ അയച്ചത്. ആ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസ്റ്റോറേഷൻ അതിന്റെ ഫുൾ എക്സ്റ്റെൻഡിൽ ചെയ്യും. റിഡംഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു, ഇനി അടുത്ത റിസ്റ്റോറേഷൻ ആണ്. അത് അതിന്റെ ഫുൾ എക്സ്റ്റെൻഡിൽ റിസ്റ്റോർ ചെയ്യും, സകലതും യഥാസ്ഥാനപ്പെടുത്തും. 1, 2 കാര്യങ്ങളല്ല, സകലതും യഥാസ്ഥാനപ്പെടുത്തും. അപ്പൊ സകലതും യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവരിത്തിങ്, സകലവും എന്ന് പറഞ്ഞാൽ സകലവും, അതിനകത്തൊന്നും വിട്ടുപോകുന്നില്ല. ഞാൻ ഒരു വാക്യം വായിക്കാം. കൊലാസ്യ ലേഖനം 1:20. ഇന്നലെ നമ്മൾ വായിച്ച വാക്യമാണ്. താമസിച്ച് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയാണ് വീണ്ടും വായിക്കുന്നത്. കൊലാസ്യ ലേഖനം 1:20. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പൊ ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി എന്ന് പറഞ്ഞാൽ സകലതും, അതിനകത്തൊന്നും വിട്ടുപോകുന്നില്ല, സകലത്തെയും നിരപ്പിക്കുക. ഇതാണ് പെർഫെക്റ്റ് റിസ്റ്റോറേഷൻ അഥവാ അൾട്ടിമേറ്റ് റിസ്റ്റോറേഷൻ. മുഴുവൻ റിസ്റ്റോർ ചെയ്യും, എല്ലാം ദൈവത്തോട് നിരപ്പിക്കും. അപ്പൊ അതിനകത്ത് ഒന്നും വിട്ടുപോകുന്നില്ല. നമുക്ക് പലപ്പോഴും നമുക്കറിയാം സോദോം ഗോമോറ. ഒരു എക്സാമ്പിൾ ഞാൻ വായിക്കാം. സോദോം ഗോമോറയെ കുറിച്ച് യെശയ്യാവ് പ്രവചിക്കുകയാണ്. നിങ്ങൾ കേട്ടോണം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 10-ാം വാക്യം. സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾപ്പി, ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ഹനന്യായങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പിന്നീട് അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ അവിടെ വിശദമായിട്ട് എഴുതുന്നുണ്ട്. 21-ാം വാക്യം വരും, നിങ്ങൾ നേരമുള്ള സമയത്ത് വായിക്കുക. 21-ാം വാക്യം വരുമ്പോൾ, വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നിരിക്കുന്നത് എങ്ങനെ? അതിൽ ന്യായം നിറഞ്ഞിരുന്നു, നീതി വസിച്ചിരുന്നു, ഇപ്പോഴോ കൊലപാതകന്മാർ. നിന്റെ വെള്ളി കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്ന് വിരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ, കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ. അവരൊക്കെ ഈ സമ്മാനപ്രിയരും പ്രതിഫലം കാക്ഷിക്കുന്നതിനും ആകുന്നു.
അതുകൊണ്ട് ഇസ്രായേലിന്റെ വല്ലഭനായ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എന്റെ വൈരികളോട് പകവീട്ടി എന്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. കണ്ടോ, ദൈവം പറയാണ്, ഞാൻ എന്റെ കൈ നീട്ടി എന്റെ വൈരികളോട് പകവീട്ടി എന്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. എങ്ങനെയാണ് പ്രതികാരം നടത്തുന്നത്? ദൈവത്തിന്റെ പ്രതികാരം എങ്ങനെയാണെന്ന് അടുത്ത വാക്യത്തിൽ പറയാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താ പറയുന്നത്? ഞാൻ എന്റെ കൈ നിന്റെ നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കിക്കളയുകയും നിന്റെ വെള്ളിയമൊക്കെയും നീക്കിക്കളയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, ഐ വിൽ പുട്ട് യു ഇൻ എ ഫയർ. ഞാൻ നിന്നെ ഒരു തീയിലിടും. മനസ്സിലാകുന്നോ? ഞാൻ നിന്നെ ഒരു തീയിലിടും. ദൈവം തന്റെ സൃഷ്ടിയോട് പറയുക. 103 സങ്കീർത്തനത്തിൽ പറഞ്ഞ യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദൈവമുള്ളവൻ തന്നെ. പിന്നെന്താ പറയുന്നറിയോ? നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു, അവൻ നമ്മുടെ പ്രകൃതം അറിയുന്നു. അപ്പൊ നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു, നമ്മുടെ പ്രകൃതം അവൻ അറിയുന്നു, തന്റെ സൃഷ്ടിയോട് അവൻ മനസ്സലിയുന്നു. അപ്പൊ തന്റെ സൃഷ്ടിയായ മനുഷ്യൻ, തന്റെ ഇമേജായ മനുഷ്യൻ, തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, ആ മനുഷ്യനെ, ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആ ടേമിലുള്ളവരെ അല്ല, സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവത്തെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾ എന്നോട് പരിഭവം തോന്നരുത്, ഒരു സത്യം അതാണ്. ഗോഡ് ലവ്സ് എവരിവൺ, എല്ലാവരെയും സ്നേഹിക്കും. കിഴക്കോട്ട് പോകുന്നവനെ സ്നേഹിക്കുന്നു, പടിഞ്ഞാട്ട് പോകുന്നവനെ സ്നേഹിക്കുന്നു, തെക്കോട്ട് പോകുന്നവനെ സ്നേഹിക്കുന്നു, വടക്കോട്ട് പോകുന്നവനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒരു മുഖപക്ഷവുമില്ല. ഗോഡ് ഈസ് ലവ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയാണ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ കൈ നിന്റെ നേരെ നീട്ടി നിന്റെ കീടം തീരെ ഉരുക്കിക്കളയുകയും നിന്റെ വെള്ളിയമൊക്കെയും നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദിയിങ്കൽ എന്ന പോലെയും നിന്റെ ആലോചനക്കാരെ ആരംഭത്തിങ്കൽ എന്ന പോലെയും ആക്കും. അതിനുശേഷം നീ നീതിപുരമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടും. സിയോൻ ന്യായത്താലും അതിൽ മനം തിരിയതോർ നീതിയാലും വീണ്ടെടുക്കപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ദൈവത്തിന്റെ ആ റിസ്റ്റോറേഷനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. റിസ്റ്റോറേഷൻ. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കുറേയേറെ വാക്യങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്. ആ വാക്യങ്ങൾ പൊങ്ങി വരും. ആ വാക്യങ്ങൾ പൊങ്ങി വരുന്ന മുറയ്ക്ക് ഓരോ വാക്യങ്ങളായിട്ട് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പം അതിലാരും ഭാരപ്പെടണ്ട. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം പറയാണ്, സോദോമിനെയും ഗൊമോറയോട് പറയാണ്, ആദിയിങ്കൽ എന്ന പോലെ. അതാണ് റിസ്റ്റോറേഷൻ. ദൈവത്തിന്റെ നീതി. ഇപ്പൊ ചില ആൾ പറയും, ദൈവം നീതിയുള്ളവനാണ്, നീതിയോടെ ന്യായം വിധിക്കും. കറക്റ്റാണ്. ഇപ്പൊ നീതി എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നീതി രണ്ട് വിധത്തിൽ കാണാം. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസും ഉണ്ട്, റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആൻഡ് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. ഈ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമാധിഷ്ഠിതമാണ്. നിയമാധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ ഒരു നിയമമുണ്ട്, ആ നിയമത്തെ വയലേറ്റ് ചെയ്ത ലോ ഉണ്ട്, ലോ വയലേറ്റ് ചെയ്യുന്നതിന് പണിഷ്മെന്റ്. എന്തിനാ പണിഷ്മെന്റ്? നിയമം ലംഘിച്ചതുകൊണ്ട്. നിയമം ലംഘിച്ചു, അതുകൊണ്ട് പണിഷ്മെന്റ്. എന്തിനാ പണിഷ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം ലംഘിച്ചു. അപ്പൊ നിയമം ഓണർ ചെയ്യും. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമാധിഷ്ഠിതമല്ല, അത് ബന്ധാധിഷ്ഠിതമാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. രണ്ട് തരത്തിലാണ് ജസ്റ്റിസ് ഉള്ളത്. റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നിയമാധിഷ്ഠിതമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ ഇങ്ങനെ വന്നു, സ്റ്റോപ്പ് സൈൻ ഓണർ ചെയ്തില്ല, ചാടിപ്പോയി. അപ്പോഴേ പോലീസുകാരൻ എന്ത് ഒളിച്ചു നിൽക്കായിരുന്നു. പോലീസുകാരെ പെട്ടെന്ന് അവനെ പിടിച്ചു, അവന് ടിക്കറ്റ് എടുത്ത് കൊടുത്തു. കേട്ടോ, നീ നിയമം ലംഘിച്ചു. അപ്പൊ ഞാൻ ആ നിയമം ലംഘിച്ചതുകൊണ്ട് ആർക്കാ കുഴപ്പം? പൂർണ്ണമായി വിജനമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു 10 വർഷം മുമ്പാണ് ന്യൂയോർക്കിലൂടെ വണ്ടിയെ പോകുമ്പോൾ സമയത്ത് ഒരു രാത്രിയിൽ ഒരു ലൈറ്റ് ഹോണർ ചെയ്യാതെ ഞാൻ ചാടിപ്പോയി. അപ്പൊ ഒരു പോലീസുകാരൻ അവിടെ മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പോലീസുകാരൻ പുറകെ ലൈറ്റ് ഇട്ട് വന്ന് എന്നെ പിടിച്ചു. അപ്പൊ രാത്രി 1 മണിയായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആർ യു ഫോളോയിങ് ദ സ്പിരിറ്റ് ഓർ ദ ലെറ്റർ ഓഫ് ദ ലോ? ഇത്ര ഞാൻ ചോദിച്ചുള്ളൂ. പുള്ളി എന്നെ നോക്കി ചിരിച്ചു പൊക്കണം പറഞ്ഞു. ഒരു സ്നോ സ്റ്റോം വരികയാണ്, ഒരു ഭയങ്കര മഞ്ഞുകാറ്റ് വരികയാണ്. ഈ മഞ്ഞുകാറ്റ് വരുന്ന സമയത്ത് രാത്രി 1 മണിക്ക് അവിടെ ഒരു വണ്ടിയില്ല. അപ്പൊ ഞാൻ ഈ ലൈറ്റ് നോക്കി നിന്ന് പിന്നെ എന്റെ സമയം പോകും. ഒരുപക്ഷെ ഞാൻ അതിൽ പെട്ടുപോകും. അപ്പൊ ഞാൻ സ്പീഡിൽ പോയതാ. അപ്പൊ പോലീസുകാരനെ പെട്ടെന്ന് മനസ്സിലായി. ഞാൻ ചോദിച്ചത് സ്പിരിറ്റ് ആണോ ലെറ്റർ ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? അന്നേരം പുള്ളി പറഞ്ഞു, വേഗം പോകണം. കാരണം നമുക്ക് പലപ്പോഴും ഈ ലോയാണ് പ്രധാനം. ഒരുത്തനൊരു ലോ ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു നിയമം ലംഘിച്ചു. ആ നിയമം ലംഘിച്ചത് കൊണ്ട് അവൻ എന്ത് ചെയ്യണം? ശിക്ഷിക്കപ്പെടണം. ഇപ്പൊ അമേരിക്കയിലെ പൊതുമനസ്സിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത മാറിയിട്ട് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് കൊണ്ടുവരികയാണ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ക്രൈം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു കുഴപ്പം സംഭവിച്ചാൽ, വയലേഷൻ ഉണ്ടായാൽ അതിന് നഷ്ടം ആർക്കാണ് വന്നത്? എന്ത് നഷ്ടമാണ് വന്നത്? ആ നഷ്ടം പരിഹരിക്കുക, ആളെ യഥാസ്ഥാനപ്പെടുത്തുക. അപ്പൊ എല്ലാത്തരം ശിക്ഷകളും റിസ്റ്റോറേഷന് വേണ്ടി ആയിരിക്കണം എന്നൊരു ധാരണ ഇപ്പൊ ആളുകൾക്ക് രൂപപ്പെടുന്നുണ്ട്. അതായത് നിയമത്തിന് വേണ്ടി മാത്രം ശിക്ഷിക്കുകയല്ല. നിയമത്തിന് വേണ്ടിയല്ല ശിക്ഷ, വ്യക്തിക്ക് വേണ്ടിയാണ്. ഒരു പേഴ്സണിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ശിക്ഷ.
ശിക്ഷ എന്തിനാണ്? റിസ്റ്റോറേഷന് വേണ്ടിയാണ്, ഡിസ്ട്രക്ഷൻ അല്ല. ശിക്ഷകൾ ശിക്ഷണങ്ങളായി മാറുകയാണ്. അതിന്റെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു തെറ്റ് ചെയ്യുകയാണ്, നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെ കുട്ടി നമുക്കുണ്ടാകുന്ന മനോഭാവമല്ല നമ്മുടെ സ്വന്തം കുട്ടി അതേ കാര്യം ചെയ്താൽ നമ്മൾ അന്നേരം എന്ത് ചെയ്യും? ആ കാഴ്ചപ്പാട് വേറൊരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഈ പ്രസംഗിക്കാൻ എളുപ്പം. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളുകളും സ്വന്തം കാര്യത്തിൽ അത് വരുമ്പോൾ വേറെ ട്യൂൺ മാറ്റും. ഇപ്പൊ നാട്ടുകാരുടെ മക്കളൊക്കെ ഡിവോഴ്സ് ആകുമ്പോൾ നമ്മൾ അട്ടേഴ്സ് ചലവും, ഡിവോഴ്സ് പാവമാണ്, തെറ്റാണ്, ദൈവത്തിന്റെ ഇതിനാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ അത് സംഭവിക്കുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയും അത് അതായത് ഇതാണ് നമുക്ക് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ നീതി എങ്ങനെയാണ്? ദൈവത്തിന്റെ നീതി റിട്രിബ്യൂട്ടീവ് ആണോ റിസ്റ്റോറേറ്റീവ് ആണോ? നിങ്ങൾ ചിന്തിക്കുക. ദൈവം പിതാവാണ്. അപ്പൊ ദൈവത്തെ ന്യായാധിപതിയായിട്ട് കണ്ട ഒരു യഹൂദ സമൂഹത്തിലേക്ക്, അതായത് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനെ ഹോൾഡ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ദൈവത്തെ കാണുന്നത്. എല്ലാ മതങ്ങളും അങ്ങനെയാണ് ദൈവത്തെ പ്രസന്റ് ചെയ്യുന്നത്. എന്നാൽ യേശു കർത്താവ് വന്നിട്ട് പറയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ ആ പിതാവിന്റെ ഹൃദയത്തിലെ നീതി എന്താണ്? ആ നീതി നമ്മളിവിടെ കാണുന്നത്. നിന്നെ ഞാൻ ആദിയെങ്കിൽ എന്ന പോലെ ആക്കും, നീ നീതിപുരം എന്ന് വിളിക്കപ്പെടും. എവരിത്തിങ് വിൽ ബി റിസ്റ്റോർഡ് ആൻഡ് എവരിവൺ വിൽ ബി റിസ്റ്റോർഡ്. എല്ലാ അശുദ്ധിയെയും ഞാൻ മാറ്റിക്കളയും, എല്ലാ സ്നേഹശൂന്യതയെയും ഞാൻ മാറ്റിക്കളയും. അത് മാറ്റിയിട്ട് ഞാൻ നിന്നെ റിസ്റ്റോർ ചെയ്യും, ഞാൻ നിന്നെ റിസ്റ്റോർ ചെയ്യും. അത്താനാസിയോസ് ബാവ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇൻകാർണേഷൻ എന്ന റൈറ്റിംഗ്സ്. അത്താനാസിയോസ് അലക്സാണ്ട്രിയയിലെ അദ്ദേഹത്തിന്റെ ഇൻകാർണേഷനിൽ അദ്ദേഹം പറയുന്നത്, ദൈവം സകലത്തെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു. ദൈവം സകലത്തെയും ഇല്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലായ്കയിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക എന്ന് പറഞ്ഞാൽ നോൺ എക്സിസ്റ്റൻസിലേക്ക് പോവുകയാണ്. അതാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുക എന്ന് പറഞ്ഞാൽ. കാരണം ദൈവത്തിലാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഏതൻസിൽ തന്നെ കേൾക്കാൻ നിന്ന എപ്പിക്യൂരിയരോടും സ്റ്റോയിക്കരോടും പറഞ്ഞത്, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ കവിവരന്മാരും പറഞ്ഞിട്ടുണ്ട്. സോ ദൈവത്തിലാണ് നമുക്ക് എക്സിസ്റ്റൻസ് ഉള്ളത്. ദൈവത്തിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോവാണ്? There we will cease to exist. നമ്മൾ നോൺ എക്സിസ്റ്റൻസിലേക്ക് പോവാ, നമുക്ക് നിലനിൽപ്പില്ലാതെ ആവുകയാണ്. അതാണ് നമുക്ക് നാശം, നിത്യനാശം. നിത്യനാശം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ അവിടെ എക്സിസ്റ്റൻസ്. എന്നാൽ സ്നേഹവാനായ ദൈവം അതിന് അനുവദിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? പുൾ ബാക്ക് ചെയ്യാണ് തന്നിലേക്ക്. അതുകൊണ്ട് സകലവും അവൻ തന്നിലേക്ക് ആകർഷിക്കുകയാണ്, തന്നിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ്. അതേക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 11-ാം അധ്യായം അവസാനിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്, സകലതും അവനിൽ നിന്നും സകലതും അവനാലും സകലതും അവങ്കലേക്കും ആകുന്നു. ഓൾ തിങ്സ് ആർ ഫ്രം ഹിം, ത്രൂ ഹിം ആൻഡ് ടുവേഴ്സ് ഹിം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അതായത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ടെൻഡൻസി ഉണ്ട് എല്ലാവർക്കും. ദൈവത്തിൽ നിന്ന് അകന്നു പോവാ. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ എവിടേക്കാ പോകുന്നത്? അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധിയിലേക്ക്, നിത്യനാശത്തിലേക്കാണ്. they will cease to exist. They cannot exist there because ദൈവത്തിലാണ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. എല്ലാം ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നും അകന്നു പോകാൻ സമ്മതിക്കാത്ത സകലത്തെയും ദൈവം എന്ത് ചെയ്യാണ്? തന്നിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, ഹി ഹോൾഡ്സ് എവരിത്തിങ് ടുഗദർ. എല്ലാത്തിനെയും ഒരുമിച്ച് പിടിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ പരിപാടി. അതിൽ നിന്ന് അകന്നു പോകുന്നവർ എന്ത് ചെയ്യും? They will cease to exist. There they will cease to exist. അപ്പൊ ആ അകന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് അടുത്തു വരുന്നത് ഒരു ശിക്ഷയാണ്, വലിച്ചടിപ്പിക്കുന്നത്. നമ്മളെ എബ്രായ ലേഖനം 12 വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12 29-ാം വാക്യം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അവർ ഗോഡ് ഈസ് കൺസ്യൂമിങ് ഫയർ. അപ്പൊ ഈ ഫയറിലേക്കാണ് ഇവൻ വരുന്നത്. ഈ ഫയറിലേക്കാണ് വരുന്നത്. അതാ ഈ അകന്നു പോകുന്നവനെ അടുപ്പിക്കുകയാണ്, വലിച്ചടുപ്പിക്കുമ്പോൾ ഇവൻ വരുന്നത് ഈ ഫയറിലേക്ക്. അപ്പൊ ദൈവത്തെ ഇഷ്ടമില്ലാത്തവർ, ദൈവത്തെ സ്നേഹിക്കാത്തവർ, ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ രസിക്കാത്തവർ, അവരെ സംബന്ധിച്ച ദൈവത്തിന്റെ ആ തീ നരകമാണ്, നരകത്തീയാണ്. ദൈവത്തിന്റെ തീ നരകത്തീയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ രസിക്കുന്നവർക്ക് അത് സ്വർഗമാണ്. ദൈവത്തിനെങ്കിലേക്കാണ് ചെല്ലുന്നത്. ഒരേ തീയാണ്. ആ തീയിലേക്കാണ് ഇവർ അടുത്തു വരുന്നത്. പക്ഷേ സിൻസ് they do not conform to the laws of God and the statutes of God, അവർക്കത് നരകമാണ്. അപ്പൊ അവര് ഈ തീക്കകത്തേക്കാണ് വരുന്നത്. ആ തീയിലേക്ക് എന്ത് ചെയ്യും? ആ തീയിൽ വരുമ്പോൾ അവിടെ വേരും കൊമ്പും ദഹിക്കും. അവിടെ വേരും കൊമ്പും ദഹിക്കും. വേരും കൊമ്പും ദഹിച്ചു കഴിയുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഇവൻ ദൈവത്തിലേക്ക് ചേരും. വേരും കൊമ്പും ദഹിക്കുമ്പോൾ ഇവൻ ദൈവത്തിങ്കിലേക്ക് ചേരും. അതാണ് തീ. ആ തീയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ആ തീയാണ് സ്നേഹാഗ്നിയാണ്, സ്നേഹത്തിന്റെ അഗ്നിയാണ്.
ഇതാണ് ഏർലി ചർച്ചിന്റെ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഈ നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് സുറിയാനി സഭക്കാരനോട് പിന്നെ എഴുതി ചോദിച്ചായിരുന്നു, പാസ്റ്ററെ ഞങ്ങളുടെ പള്ളിയിലും പ്രാർത്ഥിക്കുന്നുണ്ട് നരകത്തിന്റെ തീയിൽ ഞങ്ങൾ വീഴരുതേ, കർത്താവേ നിന്റെ വിശുദ്ധ പദാർത്ഥങ്ങളെ കൈകളിലേന്തിയ ഈ നിന്റെ ദാസൻ അവന്റെ വിരലുകൾ പുഴുക്കൾക്കിരയാകരുതേ, നിന്റെ പരിശുദ്ധ മധുഹായിൽ കാൽ ചവിട്ടി നിന്ന് ശുശ്രൂഷിച്ച ഈ പിതാവിന്റെ കാലുകൾ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാനിടയാകരുത്. ഇങ്ങനെ കുറെ പ്രാർത്ഥനയൊക്കെ. അപ്പൊ അത് ഞങ്ങൾക്ക് ഇങ്ങനെ നരകമുണ്ടെന്ന്. അപ്പൊ അതെങ്ങനെ വിശദീകരിക്കുന്നത്? ഇതാണ് ഈസ്റ്റേൺ ചർച്ചിന്റെ അണ്ടർസ്റ്റാൻഡിങ്. നിർഭാഗ്യവശാൽ സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതിന്റെ പ്രാർത്ഥന ഇതാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാന്ന്. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തെ അനുഭവിക്കുക, ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുക, ദൈവത്തെ എൻജോയ് ചെയ്യുക, ദൈവത്തിന്റെ കമ്മ്യൂണിയനിൽ ജീവിക്കുക. ആ കമ്മ്യൂണിയനിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ തീയിലേക്ക് ചെല്ലുമ്പോൾ കുഴപ്പമില്ല. അതായത് നോ പ്രോബ്ലം. അഡാപ്റ്റീവ് ഇഷ്യൂസ് ആണ്. ഈ അഡാപ്റ്റീവ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, കിഡ്നിയൊക്കെ മാറ്റി വെക്കുമ്പോൾ ചിലപ്പോൾ ശരീരം റിജക്ട് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അത് അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ ആണ്. അപ്പൊ ആ അഡാപ്റ്റബിലിറ്റി ഇഷ്യൂവിനെയാണ് നരകം എന്ന് വിവക്ഷിക്കുന്നത്, ഒരു അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ. പക്ഷെ അവിടെ എന്ത് ചെയ്യും? അവിടെ റിട്രിബ്യൂട്ടീവ് പണിഷ്മെന്റ് അല്ല, റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് അല്ല, അവിടെ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ് വെളിപ്പെടുന്നത്. ഇറ്റ് ഈസ് ഫോർ ദെയർ റിസ്റ്റോറേഷൻ. അതുകൊണ്ടാണ് നരകം എന്നത് ഒരു ശിക്ഷയല്ല. കാരണം അങ്ങനെ ഒരു ശിക്ഷയുണ്ടെങ്കിൽ ആദമിനോടാണ് ദൈവം പറയേണ്ടത്. ആദമിനോട് ദൈവം പറഞ്ഞത്, നീ ഈ കനി തിന്നാൽ, നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. പാപം ചെയ്താൽ നീ മരിക്കും, അല്ല പാപം ചെയ്താൽ നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പാപം ചെയ്താൽ നീ നരകത്തിൽ പോകുന്നല്ല പറഞ്ഞത്, പാപം ചെയ്താൽ നീ മരിക്കും. പാപത്തിന്റെ ശമ്പളം നരകമത്രേ. അങ്ങനെയല്ല വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പൊ രണ്ട് പ്രോബ്ലമാണ്, പാപവും മരണവും, സിൻ ആൻഡ് ഡെത്ത്. അപ്പൊ പാപവും മരണവും എന്ന രണ്ട് വിഷയത്തെ ഹാൻഡിൽ ചെയ്യാനാണ് ഗോഡ് സെൻഡ് ഹിസ് സൺ. പാപവും മരണവും എന്ന രണ്ട് വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ വന്നിട്ട് ടു ഫോൾഡ് റെസൊല്യൂഷൻ ആണ്, ടു ഫോൾഡ് പരിഹാരമാണ്. അതാണ് റിഡംഷൻ ആൻഡ് റിസ്റ്ററേഷൻ. അപ്പൊ സിന്നും ഡെത്തും ഇവിടെ നിൽക്കുന്നു, റിഡംഷൻ ആൻഡ് റിസ്റ്ററേഷനുമായിട്ട് ക്രൈസ്റ്റ് ജീസസ് വരുന്നു. അപ്പൊ ഇതിനകത്തൊന്നും ഹെല്ലില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ആദമിനോട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല, പഴയ നിയമത്തിലെങ്കിലും നിങ്ങൾ നരകം കാണുന്നില്ല. നിങ്ങൾ പഴയ നിയമം മുഴുവൻ വായിച്ചു നോക്കും. 39 പുസ്തകമല്ലേ കയ്യിലിരിക്കുന്നത്. 39 പുസ്തകം അങ്ങോട്ട് വായിച്ചു, എവിടാ നരകം എന്ന് ഇങ്ങോട്ട് എഴുത്, ദൈവത്തിന്റെ കീഴെ കമന്റ് എഴുതിയാൽ മതി. സോ ജൂവിഷ് ബാക്ക്ഡ്രോപ്പിലാണ് യേശു സുവിശേഷം പ്രസന്റ് ചെയ്തത്. ഒരേ യഹൂദന്മാരും നരകം ഉണ്ടെന്ന് അറിയത്തില്ല, അവരങ്ങനെ സാധനം കിട്ടും. അവിടെ നരകമില്ല. നിങ്ങൾ ഓൾ ആർ വെൽക്കം ടു ഷോ മീ എ സിംഗിൾ വേഴ്സ്. നിങ്ങൾ കാണിക്കുക എവിടെയാ നരകം, പഴയ നിയമത്തിൽ എവിടെയാ നരകം ഇരിക്കും. അപ്പൊ ഇത്രയും വർഷം പറയാത്തൊരു സംഭവം പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ നരകത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മെ ദൈവസന്നിധിയിൽ സ്വീകാര്യരാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്. നമ്മെ ദൈവസന്നിധിയിൽ സ്വീകാര്യരാക്കുന്ന ഒരു പ്രോസസ്, അത് തെറ്റിദ്ധരിച്ചാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും. അതിനെ ചവിട്ടാനല്ലേ കൊള്ളത്തുള്ളൂ. അപ്പൊ എല്ലാരും ചവിട്ടുക. കർത്താവ് പറയാണ്, തീ കൊണ്ട് അതിന് ഉപ്പിടും. അപ്പൊ തീ കൊണ്ട് ഉപ്പുരസം വരുത്തുമെന്നാ പറഞ്ഞത്. തീ കൊണ്ട് ഉപ്പുരസം വരുത്തും എന്ന് പറഞ്ഞാൽ ഉപ്പുരസം നഷ്ടപ്പെട്ട ഉപ്പിനെ തീ കൊണ്ട് ഉപ്പ് വരുത്തി അതിനെ കൊള്ളാകുന്നതാക്കി മാറ്റും. ഉപ്പുരസം വന്നാൽ പിന്നെ നല്ലതല്ലേ. അപ്പൊ ഉപ്പുരസം നഷ്ടപ്പെട്ടതിനെ ഉപ്പുരസം വരുത്തുന്ന ഒരു പ്രോസസ്, അതാണ് നമ്മൾ പറയുന്നത് തീ കൊണ്ട് ഉപ്പിടും. തീയുടെ പ്രയോജനമാണ്. കൊരിന്ത്യലേഖനം 1 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഓരോരുത്തരുടെ പ്രവൃത്തിയെയും തീ തന്നെ ശോധന ചെയ്യും, താനോ രക്ഷിക്കപ്പെടും. ആ ദിവസം അതിനെ വെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും, ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇത് നെഗറ്റീവ് അല്ല, ഇത് പോസിറ്റീവാണ്. തീയിൽ കൂടി എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ കുറിച്ചോ പറയുന്നത്, എല്ലാവരെ കുറിച്ചോ. എല്ലാവരും ഈ തീയിലൂടെയാണ് പോകുന്നത്. കാരണം അങ്ങോട്ട് ചെല്ലുമ്പോഴേ തീയാണ്. ആ തീ കൂടെ കയറി പോയി കഴിയുമ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ സെക്യൂരിറ്റിയാണ് നിൽക്കുന്നത്, പരിശോധനയും ഇങ്ങനെ നോക്കി വിടുകയാണ്. അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ തീയാണ്. ആ തീക്കകത്തോട് ചെന്ന് കഴിയുമ്പോൾ ദൈവസ്നേഹത്തിന്റെ തീയാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവസ്നേഹത്തിന് വിപരീതമായി ചെയ്ത ഒരു പ്രവൃത്തിയും അവിടെ കൗണ്ട് ചെയ്യപ്പെടത്തില്ലെന്ന് അതിന്റെ അർത്ഥവും. കാരണം അവിടെ അതിന് ഫിറ്റ് ആകുന്ന മാത്രം. അതിനെ നമുക്ക് പെന്തക്കോസ്തുകാർക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമുണ്ട്, വളരെ വളരെ സൂപ്പർ ഹിറ്റായ വാക്യമാണ്. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടാണ് ദൈവാലയം പണിയുന്നത്. മനസ്സിലായോ? അപ്പോൾ കുറവുകൾ തീർത്ത കല്ലുകൊണ്ടാണ് ദൈവാലയം പണിയുന്നത്. അപ്പോ കുറവുകൾ തീർത്തു പോവുകയാണ്. അപ്പൊ ആ ദൈവാലയത്തിന്റെ ശരിക്കും ഉള്ള ആ ഒരുമയിലേക്ക് ചെല്ലുമ്പോൾ ഈ തീക്കകത്തൂടെയാണ് പോകുന്നത്. ഇറ്റ് ഇസ് എ പ്രോസസ്. അവിടെ എല്ലാ കുറവുകളും തീരും. അപ്പൊ അനാവശ്യ ബാഗേജ് എല്ലാം പോകും.
ഇപ്പൊ നിങ്ങൾ ഈ തീക്കകത്തോട്ട് കയറി കഴിയുമ്പോൾ ആദ്യം തന്നെ റവറന്റ്, റൈറ്റ് റവറന്റ്, വെരി റവറന്റ്, ഡോക്ടർ, ഇതിങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ കത്തി പോകും. ഇപ്പൊ ഞാൻ റൈറ്റ് റവറന്റ്, വെരി വെരി ഡോക്ടറാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് കത്തിപ്പോ. അതുകൊണ്ട് ഞാനൊന്നും വെക്കാതെ, നമ്മൾ അല്ലേ വെച്ചേനെ, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം അങ്ങനെയുള്ള പല സാധനങ്ങളും എന്ന് പറഞ്ഞാൽ അനാവശ്യ പാക്കേജുകളെല്ലാം കത്തിപ്പോകും. ദൈവസ്നേഹത്തിൽ ഉള്ളത് മാത്രം നിലനിൽക്കും. ദൈവസ്നേഹത്തിൽ, അതായത് നമ്മുടെ നീതി പ്രവൃത്തികൾ അതെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ഈ നിങ്ങൾ എന്തെങ്കിലും ദൈവസ്നേഹത്തിൽ ചെയ്താൽ അത് നിലനിൽക്കും. കാരണം ദൈവസ്നേഹം തീയാണ്, ആ തീയെ പിന്നെ തീ കത്തിച്ച് കളയത്തില്ല. അതുകൊണ്ട് ആ സ്നേഹത്താൽ ജ്വലിക്കപ്പെട്ടിട്ട് ഇഫ് യു ഡു എനിത്തിങ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് കർത്താവ് എന്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിന് പോലും പ്രതിഫലം കിട്ടാതിരിക്കയില്ല. അത് പ്രത്യേകം ഈ എന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ, അങ്ങനല്ല. ഈ കുറെ മണ്ടന്മാർ ഇവിടെ നിന്ന് സ്നാനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്താണ് നാമം പറഞ്ഞു, അതല്ല. എന്റെ നാമത്തിൽ ഒരു ശിശുവിനെ കൈക്കൊണ്ടാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശിശുവിനെ അന്നേരം യേശുവിന് പേരുണ്ടോന്നോ, അങ്ങനെയല്ല അതിന്റെ ഒന്നും അർത്ഥം. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ, ഔട്ട് ഓഫ് ലവ്, ആ സ്നേഹത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് നിലനിൽക്കും. സ്നേഹത്തിൽ ചെയ്യാത്ത എല്ലാം കത്തിപ്പോകും. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. അതാണ് പറയുന്നത്, സകലത്തെയും അവൻ എന്ത് ചെയ്യും, തന്നോട് നിരപ്പിക്കും. അപ്പൊ ആദാമിന്റെ മക്കളെ മുഴുവൻ വിടുവിക്കാനും ആദാമിന്റെ മക്കളെ മുഴുവൻ റിസ്റ്റോർ ചെയ്യുവാനുമാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. ഗോഡ് സെൻഡ് ഹിസ് സൺ ടു സേവ് ഓൾ പീപ്പിൾ. സകലവരെയും രക്ഷിക്കാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവസാനം പുത്രന്റെ മിഷൻ ഒരു പരാജയമാണെന്ന് ഇന്ന് നമ്മൾ പ്രസംഗിക്കുക. നമ്മൾ ലോകം മുഴുവൻ പ്രസംഗിക്കുകയാണ്. ഇറ്റ് വാസ് എ ഫെയിലിയർ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് വഴുതിപ്പോയിരിക്കുന്നു. എല്ലാം നാട് നരകത്തിൽ പോയി കിട്ടുന്നു. കർത്താവിന്റെ കരത്തിൽ നിന്നും ആരും വഴുതി പോകത്തില്ല. കർത്താവ് എല്ലാവരും രക്ഷിക്കാൻ ഇറങ്ങി വന്നെങ്കിൽ എല്ലാവരെയും രക്ഷിക്കും, രക്ഷിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ്. എല്ലാവരെയും രക്ഷിച്ചിരിക്കുന്നു. പിന്നെ അവനോട് ചേരുക. പിന്നെ അടുത്ത ഒത്തിരി വാക്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കുക. അവനോട് ചേരുക എന്ന് പറഞ്ഞാൽ നാം മനസ്സുകൊണ്ട് അവനോട് ചേരണം. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ആ അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ ഉണ്ടാകത്തില്ല. അതിനാണ് ഏർലി ചർച്ചിലെ സെയിൻസ് ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചത്. അല്ലാതെ ലോട്ടറി അടിക്കാനും വിസ കിട്ടാനും ഒന്നും അല്ല പ്രാർത്ഥിച്ചത്. അവർ പ്രാർത്ഥിച്ചത് കർത്താവിനോട് ചേരുവാൻ. അപ്പോൾ ഒരു അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ ഇല്ല, ദൈവത്തിന്റെ സ്നേഹം ഉണ്ടാകുവാൻ. അതാണ് പൗലൂസ് പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ, ക്രിസ്തുവിനോട് ചേരുവാൻ. അതാണ് പൗലൂസ് 2 കൊരിന്ത്യർ 10 പറയുന്നത്, കർത്താവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും ഞങ്ങൾ ഇടിച്ചു കളഞ്ഞു, ഏതൊരു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കി. നിങ്ങൾ പിടിച്ചടക്കിയില്ലേലും കുഴപ്പമില്ല, ഇടിച്ചില്ലേലും കുഴപ്പമില്ല. കാരണം യു വിൽ ഗോ ത്രൂ ദാറ്റ് ഫയർ. ആ തീക്കകത്തൂടെ പോകും, നോ ഡൗട്ട് ഇൻ ഇറ്റ്. ആ തീക്കകത്തൂടെ പോകും. ആ തീക്കകത്തൂടെ പോകുമ്പോൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ഒരു ഫയർ മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ നിത്യമായി നിരന്തരമായി ഇങ്ങനെ ദണ്ഡിപ്പിക്കുന്ന ഒരു തീയും പിന്നെ അങ്ങനെ ഒരു സംഭവമില്ല. കാരണം ഇത് ദൈവത്തിന്റെ സ്നേഹമാണ്. എത്രത്തോളം നിങ്ങൾ ആ സ്നേഹത്തിൽ നിറയുന്നോ അത്രത്തോളം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിനോട് ചേരും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്പ്യൂട്ടിലേക്ക് വരികയാണ്. യേശു പറഞ്ഞ ഒരു സംഭവമാണ് ധനവാന്റെയും ലാസറിന്റെയും. അപ്പൊ അതിനകത്ത് പറയാണ്, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനിങ്ങനെ പോയല്ലോ തീക്കകത്ത്. അപ്പൊ നമ്മൾ അത് വായിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് ധനവാന്റെ ശുദ്ധീകരണമാണ്. ഇറ്റ്സ് വെരി ക്ലിയർ. കാരണം ധനവാൻ ആദ്യം വളരെ സ്വാർത്ഥപരമായ ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുന്നത്. പ്രയർ വാസ് റിജക്റ്റഡ്. പിന്നെ ധനവാന് എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അബ്രഹാം പിതാവേ, ഒരു കാര്യം ചെയ്യും, ഒരു ശകലം വെള്ളം എന്റെ നാക്കലൊന്ന് തരണം, ഒരു ദാഹജലം, ഒരിറ്റ് ദാഹജലം. ഇപ്പം അവന്റെ സ്വാതന്ത്ര്യം അവന് കിട്ടുന്നില്ല. വെരി എക്സിസ്റ്റൻസിന് വേണ്ടി അല്പം ദാഹജലം ചോദിച്ചിട്ട് അതുപോലും കിട്ടുന്നില്ല. ഇപ്പൊ എന്റെ മൂന്നാമത് പിന്നെ അവൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ പ്രാർത്ഥിക്കുകയാണ്, അബ്രഹാം പിതാവ്, എനിക്ക് ഭൂമിയിൽ എന്റെ സഹോദരന്മാരുണ്ട്, അവരെന്നെ പോലെ ഈ യാതനാ സ്ഥലത്ത് വരരുത്. കണ്ടോ? അപ്പം ധനവാൻ മാറുകയാണ്. ഇപ്പൊ അവന്റെ ദാഹജലത്തെക്കാൾ, അതായത് അവന്റെ വെരി എക്സിസ്റ്റൻസിന് ആവശ്യമായ ഒരു തുള്ളി വെള്ളത്തെക്കാളും പ്രാധാന്യം അപരന്റെ രക്ഷയ്ക്ക് അവൻ കൊടുക്കുകയാണ്. സ്നേഹം അവന് കത്തുകയാണ്, ദൈവസ്നേഹം. അവൻ പറയാണ്, സ്വാർത്ഥത ഇല്ലാത്ത പ്രാർത്ഥന, നിസ്വാർത്ഥമായ ഒരു പ്രാർത്ഥന. ധനവാന്റെ ആ പ്രാർത്ഥന ആൻസർ ചെയ്യപ്പെട്ടു. കാരണം മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. മരിച്ചവരിൽ നിന്ന് ആദിജാതനായ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കപ്പെടും. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാല് അത് ഒരൊറ്റ ദിവസം ഒറ്റയടിക്ക് നടന്നല്ല. യേശു ഒരുമിച്ച് ആ കഥയിൽ അങ്ങനെ പറഞ്ഞെങ്കിലും അത് ഗ്രാജുവൽ ആണ്. അപ്പം ധനവാന്റെ പ്രാർത്ഥനകൾ മാറി മാറി വരികയാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ സ്വാർത്ഥതയുടെ അവസാനത്തെ വേരും കൊമ്പും ദഹിച്ചില്ലാതെയാകുകയാണ്. അവൻ നിസ്വാർത്ഥനാകുകയാണ്. ആ നിസ്വാർത്ഥതയുടെ പാരമ്യത്തിലാണ് അവൻ ദൈവത്തെ കണ്ടെത്തുന്നത്. അതിനാണ് തിയോസിസ് എന്ന് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അതുകൊണ്ട് ഈ 3 പ്രോസസ് ആണുള്ളത്: കഥാർസിസ്, ഫോർട്ടീസിസ്, തിയോസിസ്. അപ്പൊ കഥാർസിസ് ആണ് ക്രിസ്തീയ ജീവിതം. കഥാർസിസ് എന്ന് പറഞ്ഞാൽ ഫയർ ആണ്. കഥാർസിസ് ഈ ഭൂമിയിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കഥാർസിസിൽ നമ്മുടെ എല്ലാ മലിനതകളും മാറിപ്പോകും, എല്ലാ വേരും കൊമ്പും ദഹിച്ചു പോകും. അത് ദൈവസ്നേഹത്തിന്റെ തീയാണ്. ആ ദൈവസ്നേഹത്തിന്റെ തീയിൽ
ദൈവസ്നേഹത്തിന്റെ തീയിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമുക്ക് 46 ഉണ്ടാവും. ജോർജ് കോഷി വിവരക്കേട് പറയാതെ, ജോർജ് കോഷി, ഐ എം വെരി സോറി ടു സേ യു പീപ്പിൾ ആർ തറലി മിസ്റ്റേക്ക്. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. സുവിശേഷം എന്നാന്ന് മനസ്സിലായിട്ടില്ല, വേദപുസ്തകം എന്നാന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ കർത്താവിനെ എന്ത് ചെയ്യാണ്? കഴഞ്ചിന് മുറിച്ച് വിൽക്കുകയാണ് ചില്ലറ ഉണ്ടാക്കാൻ വേണ്ടി. യൂദായുടെ അനുയായികളാണ്, യൂദായുടെ ബാക്കിയുള്ള ശേഷിപ്പാണ് ജോർജ് കോഷി അടക്കമുള്ള ആളുകൾ. കാരണം നിങ്ങൾ വിറ്റ് കാശുണ്ടാക്കുകയാണ്. മതം എന്ത് ചെയ്യാണ്? നമുക്കറിയാം, ദൈവം എന്ത് കൊടുത്താലും നിങ്ങൾ മനസ്സിലാക്കുക, ദൈവമാണ് കൊടുക്കുന്നതെന്നറിയാൻ ഒരു ടെസ്റ്റ്. ദൈവമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സൗജന്യമായിരിക്കും, സാർവത്രികമായിരിക്കും. ദൈവം കൊടുക്കുന്ന സൂര്യപ്രകാശം എല്ലാവർക്കും കൊടുക്കുക. ഹിന്ദുവിന് കൊടുക്കുക, മുസ്ലിമിന് കൊടുക്കുക, ക്രിസ്ത്യാനി കൊടുക്കുക, കമ്മ്യൂണിസ്റ്റുകാരന് കൊടുക്കുക, നിരീശ്വരവാദി കൊടുക്കുക, യുക്തിവാദി കൊടുക്കുക, ഹിന്ദുവിൽ തന്നെ ഈഴവന് കൊടുക്കുക, നായർക്ക് കൊടുക്കുക, നമ്പൂരിക്ക് കൊടുക്കുക, സകല ജാതിക്കും കൊടുക്കുക. ക്രിസ്ത്യാനിക്കകത്ത് തന്നെ ഓർത്തഡോക്സിന് കൊടുക്കും, യാക്കോബയ്ക്ക് കൊടുക്കും, മാർത്തോമയ്ക്ക് കൊടുക്കും, പെന്തക്കോസിന് കൊടുക്കും, ബ്രദറിന് കൊടുക്കും. നോ ഡിസ്ക്രിമിനേഷൻ. അപ്പൊ ദൈവം എന്തെങ്കിലും കൊടുത്താൽ അത് സൗജന്യമായിരിക്കും, അത് സാർവത്രികമായിരിക്കും. ദൈവം കൊടുക്കുന്നു, മഴവെള്ളം കൊടുക്കുന്നു, എല്ലാവരുടെ പറമ്പിൽ ഒരുപോലെ പെയ്യും. എന്റെ സ്വർഗസ്ഥനായ പിതാവ് നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കും. എന്റെ സ്വർഗസ്ഥനായ പിതാവ് നീതിമാന്മാരുടെ പറമ്പിലും നീതി കെട്ടവരുടെ പറമ്പിലും ഒരുപോലെ മഴ പെയ്യിക്കും. എന്റെ സ്വർഗസ്ഥനായ പിതാവ്, എന്റെ സ്വർഗസ്ഥനായ പിതാവ്, എന്റെ സ്വർഗസ്ഥനായ പിതാവ്, എന്റെ സ്വർഗസ്ഥനായ പിതാവ്. ആ സ്വർഗസ്ഥനായ പിതാവിന്റെ നന്മയെയും സ്നേഹത്തെയും കരുണയെയും പ്രഘോഷിച്ച ദൈവപുത്രനെ 30 വെള്ളിക്കാശിന് വിറ്റിട്ട് അവനെ ക്രൂശിച്ചവന്റെ അതേ ആത്മാവ് വ്യാപരിക്കുന്ന നിങ്ങൾ, അവന്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിട്ടു, അവന്റെ വസ്ത്രം പകുത്തെടുത്ത നിങ്ങൾ ഇപ്പോൾ അവന്റെ സുവിശേഷത്തെ വ്യഭിചരിച്ചു, അവന്റെ സുവിശേഷത്തെ വിഭജിച്ചു, അവന്റെ സുവിശേഷത്തെ പങ്കുവച്ചു, അവന്റെ സുവിശേഷത്തെ കഴഞ്ച് മുറിച്ച് കുപ്പിക്കാത്താക്കി വിൽക്കുമ്പോ ഇന്ന് ഞങ്ങളുടെ സത്യസുവിശേഷം പറയും, ഈ സത്യസുവിശേഷം ഇറ്റ് ഈസ് ഫ്രീ ഫോർ ഓൾ പീപ്പിൾ. സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള ഒരു മഹാ സന്തോഷമാണ് ക്രിസ്തുമസ്. അത് സകല മനുഷ്യർക്കും ഉള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതൊന്നുമല്ല, സകല ആളുകളെയും. പിന്നെ സകല കള്ളന്മാരും അവരുടെ കള്ളത്തരം കത്തിപ്പോകുന്നവരെ ആ തീക്കകത്തൂടെ പോകാതെ പറ്റത്തില്ല. നോ ബൈപ്പാസ്, നോ എക്സ്ക്യൂസ്. അതിനകത്ത് ബൈപ്പാസ് ഇല്ല, എക്സ്ക്യൂസ് ഇല്ല. അത് കർത്താവിന്റെ ശിക്ഷയല്ല. കർത്താവ് തന്നോട് ചേർക്കുന്നതാണ്. ആരെയാണ്? സകലത്തെയും, എല്ലാവരെയും തന്നിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ്. എല്ലാവരെയും തന്നിലേക്ക് വലിച്ചടിപ്പിക്കുമ്പോ നിങ്ങൾക്കത്, ഈ ദൈവസ്നേഹത്തിൽ നിറയാത്ത ഒരു വ്യക്തിക്ക് നരകമായി ഫീൽ ചെയ്യും. ഇനി ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ നരകപീഡ അനുഭവിക്കുന്നത് ഈ പെന്തക്കോസ്തുകാരായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ അസഹിഷ്ണുതയുള്ളവരും ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരും ഇവരാണ്. കാരണം എല്ലാം ഒന്നായി ചേരുന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥയാണ്. എല്ലാം ഒന്നായി തീരുന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥയാണ്. അത് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്കത് ഭയങ്കര നരകമായി തീരും. അപ്പൊ എത്രത്തോളം നമ്മുടെ ഹൃദയം വിശാലമാകുന്നോ, ഈ വലിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നു. ആ വലിയ ദൈവത്തിന്റെ സ്നേഹത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം. ആ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, വിസ കിട്ടാനും നല്ല മീറ്റിംഗ് കിട്ടാനും അല്ല. ജോർജ് ജോഷിയൊക്കെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല മീൻകറി വെക്കുന്ന അമ്മാമ്മയുടെ വീട്ടിൽ നല്ല പ്രാർത്ഥന വെക്കണമേ, കർത്താവേ സ്തോത്രം, പ്രാർത്ഥന പെട്ടെന്ന് തീരണമേ, മീൻകറി തണുത്തു പോയല്ലേ, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ നാണമില്ലേ? ഊണിനും കാശിനും വേണ്ടി നടക്കാൻ, ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റെന്ന് പറഞ്ഞ പോലെ ഈ കള്ള പരിപാടിയൊക്കെ നിർത്തണം. സത്യസുവിശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കണം, ബൈബിൾ ഇരുന്ന് വായിക്കണം, എന്നിട്ട് മനസ്സിലാക്കണം എന്താ കാര്യം. അപ്പൊ അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് സ്നേഹവാനായ ദൈവത്തെയാണ് കൊണ്ടുവരുന്നത്. ഇന്ന് ഈ കർത്താവ് കുരിശിൽ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിന്നെ ഇട്ട് കത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ക്രൂശ് മരണം വ്യർത്ഥമായി പോയില്ലേ? ഇറ്റ് വാസ് നോട്ട് ഇനഫ്, എ ഫെയിലിയർ എന്ന് നിങ്ങൾ പറയുകയാണ്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം വ്യർത്ഥമാണ്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഇറ്റ് വാസ് നോട്ട് ഇനഫ്. ഹേയ്, നിങ്ങൾ പറയുന്നത് റോങ് ഗോസ്പലാണ്. ട്രൂ ഗോസ്പൽ ഞങ്ങൾ പറയുന്നതാണ്. ആദാം മക്കളെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ അത് വെളിപ്പാട്ട് ചെയ്തു. അതുകൊണ്ട് ആദാമിന്റെ സന്തതിയിലെ ഒരു ചെറിയ പൂഞ്ഞാൻ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല, ആരും നശിച്ചു പോകാതെ. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ അവൻ ഇച്ഛിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ ആരിച്ഛിക്കുന്നു? ദൈവം ഇച്ഛിക്കുന്നു. പക്ഷെ നടക്കുവോ? ഇല്ല. അപ്പൊ ഒരു കാര്യം ഇച്ഛിച്ചിട്ട് അത് നടക്കാൻ പോലും കഴിവില്ലാത്ത ആളെയാണോ നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത്? നിങ്ങളുടെ ദൈവം കുട്ടിച്ചാത്തനാണ്. പക്ഷെ ഞങ്ങളുടെ ദൈവം ഇച്ഛിച്ചു എന്ന് പറഞ്ഞാൽ നടന്നു എന്നർത്ഥം. സർവശക്തനും സർവവ്യാപിയും സ്വയം സ്ഥിതനുമായ ദൈവം, ആ ദൈവം ഇച്ഛിച്ചു എന്ന് പറഞ്ഞാൽ നടന്നു എന്നാണ് അർത്ഥം. നടന്നിരിക്കുന്നു. ഇറ്റ് ഈസ് എ ഡൺ ഡീൽ. അവിടെ നോ ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കും. എല്ലാ മനുഷ്യർക്കും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സകല മനുഷ്യർക്കുണ്ട്. സകല മനുഷ്യർക്കും. അത് അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, ഏത് മതത്തിൽ നിൽക്കുന്നു എന്നുള്ളത് വിഷയമൊന്നുമല്ല. ഏത് മതത്തിൽ നിന്നാലും ഏത് ജാതിയിൽ നിന്നാലും എന്ത് ചെയ്താലും. അപ്പൊ എന്നോട് പറയാം, അപ്പൊ ഈ വിഗ്രഹാരാധികളുടെ ഒക്കെ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞ എന്റെ പൊന്നു സഹോദര, വിഗ്രഹാരാധന, ഏറ്റവും വലിയ വിഗ്രഹാരാധന ദ്രവ്യാഗ്രഹമാണ്. കാരണം നിങ്ങൾ വായിച്ചു നോക്കൂ, കൊലാസിലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹാരാധന. പുതിയ നിയമത്തിന്റെ ടേംസിൽ വരുമ്പോൾ ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏറ്റവും വലിയ വിഗ്രഹാരാധികൾ ആരാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വിഗ്രഹാരാധനയുടെ വിശേഷം പറയുന്നു. അപ്പൊ സകല മനുഷ്യർക്കും ഉള്ള നല്ല വാർത്തയാണ് സുവിശേഷം. എന്താണ് നല്ല വാർത്ത? ഞങ്ങളുടെ കൂടെ ചേർന്ന് മീശ പഠിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ സ്വർഗത്തിൽ പോകുന്നു പറയുന്നതാണ് നല്ല വാർത്ത. ഷെയിം ഓൺ യു പാസ്റ്റർ ജോർജ് കോശി, ഷെയിം.
വാട്ട് ഗുഡ് ന്യൂസ് യു ആർ ബ്രിങ്ങിങ്? ഹാവ് യു എവർ ടോൾഡ് എ ഗുഡ് ന്യൂസ് ടു എനിവൺ? നിങ്ങളത് സുവിശേഷം പറഞ്ഞിട്ട് ആരുടെയും കണ്ണ് തിളങ്ങിയിട്ടുണ്ടോ? ആരെങ്കിലും ചിരിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കേരളത്തിലെ മലയാളി പെന്തക്കോസ്തർ ഇന്ന് വരെ എന്ത് സത്യമാണ് പറഞ്ഞത്? അവർ പറഞ്ഞ സത്യം കേട്ട് ആർക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് കിട്ടിയത്? അവർക്ക് പോലും സ്വാതന്ത്ര്യം ഇല്ലല്ലോ. എന്ത് സ്വാതന്ത്ര്യമാണ് കിട്ടിയത്? ഐ ചാലഞ്ച് ചെയ്യൂ. നിങ്ങൾ വന്നിച്ച് പറ, എന്ത് സ്വാതന്ത്ര്യമാണ് കിട്ടിയത്? എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് കിട്ടിയത്? മതത്തിൽ നിന്നും മതത്തിന്റെ ബന്ധനത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് ക്രിസ്തു കൊണ്ടുവന്നത്. ആ സ്വാതന്ത്ര്യം, ലിബറേറ്റിംഗ് ട്രൂത്ത്, അതാണ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. സോ ലിബറേറ്റിംഗ് ട്രൂത്ത്. നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, കർത്താവ് ചെയ്തു കഴിഞ്ഞു. ദാറ്റ് ഈസ് ട്രൂത്ത്. കർത്താവ് ചെയ്തു കഴിഞ്ഞു. കർത്താവ് സകലതും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. റെസ്ക്യൂ ആണ്. കർത്താവ് രക്ഷകനാണ്. രക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളല്ല. നമ്മളെ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് രക്ഷിക്കപ്പെടുത്തുന്നു. അല്ലാതെ നീ നമ്മളെന്താ ചെയ്തിട്ടാണ് രക്ഷപ്പെടുന്നത്? അത് കാരണം ഞാൻ പറഞ്ഞ് നിങ്ങൾ പറയുന്നത് റോങ് ഗോസ്പലാണ്. അപ്പൊ അതുകൊണ്ട് ഈ നരകം എന്നൊരു സംഭവം, നിങ്ങൾ പറയുന്ന ആ നരകം എന്ന് പറഞ്ഞൊരു സംഭവം ബൈബിളിൽ ഇല്ല. കാരണം സ്വർഗം എന്നത് ബൈബിളിൽ 644 പ്രാവശ്യമാണ് സ്വർഗത്തെ പറ്റി ബൈബിളിൽ പറയുന്നത്. 644 പ്രാവശ്യം. ഇവിടെ അമേരിക്കയിലെ ഞങ്ങൾ ഇവിടെ സഞ്ചരിക്കാൻ കാണുന്നത്, അമേരിക്കയിലെ ഓൾമോസ്റ്റ് ഒരുപാട് ചർച്ചിന്റെ വാതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ്, ഒരു ഭയങ്കര ബോർഡാണ്. ഹെൽ ഈസ് റിയൽ. നമ്മൾ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോൾ അകലേ കാണാം ഹെൽ ഈസ് റിയൽ. അപ്പോഴേ കാണാം ഒരു പരീക്ഷന്റെ പള്ളി എവിടെ ഇരിപ്പുണ്ട്, ഹെൽ ഈസ് റിയൽ, ഭയങ്കര പോലെ. നമ്മൾ ചെന്ന് കഴിയുമ്പം ചിലപ്പോൾ പള്ളിയുടെ അടുത്തുള്ള ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ അതിൻ്റെ അടി ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് സോ ഈസ് ഹെവൻ. അങ്ങനെ ഹെവനും റിയൽ ആണ്. ഇതാണ് ഹെൽ ഈസ് റിയൽ. ഇതാണ് ഇവരുടെ. കഴിഞ്ഞ ദിവസം തന്നെ ഹൈദരാബാദിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം പറയണം, ഹൈദരാബാദിലെ എല്ലാ ചർച്ചുകളും ആരാധനയുടെ പകുതി ആകുമ്പോൾ നരകത്തെ പറ്റിയുള്ള ഒരു വീഡിയോ കാണിക്കും. എന്നിട്ട് ആളുകൾ ഇങ്ങനെ പടപടപടപടാ തീ കാത്ത് വിടുക, അയ്യോ ഹൂവേ, എന്നിട്ട് ഇതിനകത്ത് പോകേണ്ട മര്യാദയ്ക്ക് നിങ്ങൾ യേശു വിശ്വസിച്ചു. അങ്ങനെ ഒത്തിരി പേരെ കൂട്ടുന്നുണ്ട്. സോ മെനി മെഗാ ചർച്ചസ് ആർ ദേർ. അവരുടെ എല്ലാം തന്ത്രം ഇതാണ്. ദൈവസ്നേഹമല്ല പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹമല്ല, നരകം കാണിക്കുകയാണ്. അപ്പൊ നരകത്തെ കാണിച്ച് പേടിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു നരകം ഇല്ല. ആരെയും മറക്കാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നില്ല. തന്റെ സൃഷ്ടിയാണ്. എന്നാ പിന്നെ ഇത് സൃഷ്ടിക്കാതിരുന്നാ പോരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൈവം എത്ര വൃത്തികെട്ടവനാണെന്നാണ് പറയുന്നത്. കാരണം ഇത്രയും ആളുകളെ ഇട്ട് ഇങ്ങനെ തീ കാത്തിട്ട് വറുത്തുകൊണ്ടിരുന്ന 100 കൊല്ലമായി അങ്ങേർക്ക് അങ്ങോട്ട് തൃപ്തി വരത്തില്ല. അങ്ങേര് ഭയങ്കര കോപാകുലനാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തുടങ്ങിയ കോപമാണ്. മനുഷ്യൻ പാപം ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കയ്യിലിരുന്ന വൈൻ ഗ്ലാസ് ഞെരിച്ച് പൊട്ടിച്ചു. അവിടെ ഇരുന്ന ഫ്ലവർ വൈസ് എടുത്ത് തറക്കെട്ട് ഒരൊറ്റ കയറുന്നത്. അപ്പൊ തന്നെ പരിശുദ്ധാത്മാവ് പുത്രനോട് ഇറങ്ങി ഓടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ചെന്നിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരുമാതിരി തണുത്തെന്ന് തോന്നി. കാരണം ഇങ്ങനെ സോഫായി ചാരി ഇരിപ്പുണ്ട്. അപ്പോഴേക്കും ഇവർ രണ്ടുകൂടെ പുറത്ത് നിന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ എന്തോ ചെയ്യുന്നു ഇങ്ങയുടെ കോപം ഒന്ന് ശമിപ്പിക്കാൻ. അപ്പോഴേക്കും പുത്രനകത്ത് കയറി പറഞ്ഞു, ഡാഡി നോ പ്രോബ്ലം, ഞാൻ മനുഷ്യനായി പോയിട്ട് നിന്റെ കോപത്തിന് നീ എന്നെ തടിക്കും, എന്നത്തിന് പോകും. അത് കാലസമ്പൂർണ്ണതയാകും പോവാ. നീ പോവും, എന്നെ മിണ്ടാട്ടമൊന്നുമില്ല. ഇടക്കിടക്ക് ഇങ്ങനെ വെക്കും. നിനക്കൊന്നും നാണമില്ലേ? നീ പ്രസന്റ് ചെയ്യുന്ന സൂചിച്ചാൽ ഇതല്ലേ? എന്നിട്ട് ദൈവകോപത്തീയിൽ വെന്തരിഞ്ഞവന പോയി വരെ പണി നോക്കടേ. ഇത് സുവിശേഷമല്ല. നിങ്ങൾ പറയുന്നത് സുവിശേഷമല്ല. പുത്രനെ കത്തിച്ച പിതാവ് എന്ന് പറയുന്നത് സുവിശേഷമല്ല. അയ്യോ, പിതാവിന് ഭയങ്കര കോപമായിരുന്നു. ആ കോപം ഇങ്ങനെ മനുഷ്യന്റെ നേരെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് കയറി പുത്രൻ കയറി നിന്ന് അതെല്ലാം ഏറ്റെടുത്തു. അതാണ് സുവിശേഷം. നീ പറയുന്ന സുവിശേഷം ശരിയാണെങ്കിൽ ദൈവത്തിന്റെ കോപം അടങ്ങിയോ ഇല്ലയോ? ദൈവത്തിന്റെ കോപം അടങ്ങിയെങ്കിൽ പിന്നെ എവിടാ നരകം? ക്ഷമിക്കണം കേട്ടോ എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ. കാരണം ഇങ്ങനെയുള്ള വൃത്തിയോട് പറഞ്ഞു കഴിയുമ്പോൾ ഈ രീതി പ്രതികരിച്ചാൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ബൈബിളിലും അങ്ങനെയുള്ള ലാംഗ്വേജ് ഉണ്ട്. യഹസ്കേൽ പ്രവചനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വളരെ രൂക്ഷമായ ഭാഷയല്ല. കാരണം ഇവന്റെയൊക്കെ തലയിലോട്ട് കയറണമെങ്കിൽ മര്യാദക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. താൻ പറയടോ പിന്നെ എവിടാ നരകം? ജോർജ് ജോഷി പറഞ്ഞ് എവിടാ നരകം? താനല്ലേ പറയുന്നത് പിതാവിന്റെ സ്നേഹം മുഴുവൻ പുത്രൻ ഏറ്റെടുത്തത്? പിന്നെ ബാക്കി ബാലൻസ് ഉള്ള കോപത്തിനാണോ നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആ മിച്ചമുള്ള തുണി ഉണ്ടെങ്കിൽ ഒരു ബ്ലൗസ് കൂടി അടിച്ചോന്ന് തയ്യക്കാരനോട് പറയുന്ന പോലെ. ഇത് നിങ്ങൾക്ക് നാണമില്ല. അപ്പൊ ദൈവത്തിന്റെ പിതാവിന്റെ ഭയങ്കര കോപമായിരുന്നു. ആ കോപം എല്ലാം പുത്രന്റെ മേലെ ഇങ്ങനെ വന്ന് വീണു. പുത്രൻ കരിഞ്ഞ് ദൈവകോപത്തിൽ വെന്തെരിഞ്ഞ് പിന്നെ ഒരു തരത്തിൽ കഷ്ടിച്ച് ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞപ്പം ബാക്കി ബാലൻസ് തീ കിടക്കുക. ആ തീ എല്ലാം കൂടെ കൂട്ടി നരകം ഉണ്ടാക്കി ഇങ്ങനെ ഇട്ട് വറുത്ത് ഇങ്ങനെ രസിക്കുക. എന്തൊരു ദൈവമാടേ നിങ്ങൾ ഈ പ്രസന്റ് ചെയ്യുന്നത്? ഓടിക്കോ, ഇത് പിശാചിന്റെ ഗോസ്പലാണ്. ദിസ് ഈസ് ഡെവിൾസ് ഗോസ്പൽ. ഐ ആം വെരി സോറി ടു സേ യുവർ ഗോസ്പൽ ബിലോങ്സ് ടു ഡെവിൾ. കാരണം ദൈവത്തെ വികൃതനായി ചിത്രീകരിക്കുക, ദൈവത്തെ ക്രൂരനായി ചിത്രീകരിക്കുക, ദൈവത്തെ ദൈവമല്ലാതെ പ്രസന്റ് ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സത്യസുവിശേഷം നിങ്ങൾ മനസ്സിലാക്കുക. യേശു കർത്താവ് ദൈവത്തിന്റെ കോപത്തിലല്ല വെന്തെരിഞ്ഞത്. യേശു കർത്താവ് മനുഷ്യന്റെ കോപത്തിലാണ് വെന്തെരിഞ്ഞത്. നമ്മൾ വിചാരിച്ചു ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന്. എന്നാൽ അങ്ങനെയല്ല. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. യെശയ്യാവ് പറയാണ്, ഇറ്റ് വാസ് ഓൾ എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ദൈവം അല്ല അവനെ അടിച്ചു. ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരമമായ ഐക്യത്തിൽ, തികഞ്ഞ സ്നേഹത്തിൽ, അനന്തമായ ആനന്ദത്തിൽ നിത്യമായി നിലകൊള്ളുന്നു ദൈവം. പക്ഷെ ആ ഉടമസ്ഥൻ എന്ത് ചെയ്തു? ഈ തോട്ടത്തിലേക്ക് തന്റെ സ്വന്തം പുത്രനെ അയച്ചു. കുടിയാന്മാരോ ഇവൻ അവകാശി, ഇവനെ നമുക്ക് കൊല്ലാം. യേശു പറയാണ്, ആരാ കൊന്നത്? ഈ അയച്ച പിതാവല്ല, ഈ കുടിയാന്മാർ.
ഈ കുടിയാന്മാർ അവനെ കൊന്നു. എന്നാൽ പിതാവോ ദൈവമോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്നതാണ്. ഇനിയെങ്കിലും പെന്തക്കോസ്തുകാർ സത്യസുവിശേഷം മനസ്സിലാക്കുക. സത്യസുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോസ്തലനായ പത്രോസ് പറയാം, നിങ്ങൾ അവനെ തറപ്പിച്ചു കൊന്നു, ദൈവമോ അവനെ ഉയർപ്പിച്ചു. യെസ് ജോർജ് കോശി, ഞാൻ ഈ കാര്യങ്ങൾ പ്രസംഗിച്ചത് വളരെ കുറവാണ്. കഴിഞ്ഞ കുറേ അധികം വർഷം, ഏകദേശം കൃത്യം 10-13 വർഷമായിട്ട് എനിക്കറിയാം. അതിനു മുമ്പ് ഞാൻ വഞ്ചനയിൽ പെട്ടുപോയി. അതുകൊണ്ട് എന്താ കുഴപ്പം? ഇപ്പൊ എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ തിരുത്തി പറയുകയാണ്. ഇപ്പൊ ട്രെയിനിൽ നിന്ന് വീണ് ഒരാളുടെ 2 കാലും പോയി. ട്രെയിനിൽ നിന്ന് വീണ് കാല് 2 പോയ ആൾ പറയാണ്, ട്രെയിനിൽ കയറുമ്പോൾ വാതൊക്കെ നിൽക്കുന്നവർ സൂക്ഷിക്കണം, വാതൊക്കെ നിൽക്കരുത്, ട്രെയിൻ അകത്ത് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം ബാക്കി കാലും കൈ മുറിഞ്ഞവരെല്ലാം കൂടി അവനിട്ട് തല്ലുക. നീ എന്തിനാ അത് പറയാൻ പോകുന്നത്? ആരെങ്കിലും ഒക്കെ കൂടെ വീഴട്ടെ, നമ്മുടെ കൂടെ കൂടുമല്ലോ, നമ്മുടെ കൂടെ 10 പേരുടെ മുറിഞ്ഞ് പോരട്ടെ. ഇപ്പൊ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ കാലും കൈ മുറിഞ്ഞ പിന്നെ തിരിച്ച് നമുക്ക് ട്രെയിനിൽ കയറാൻ കാല് കിളുത്തു വരും, ഒന്നുമില്ല, പോയത് പോയി. പക്ഷെ ഞാനെന്ത് ചെയ്യാണ്? ഞാനൊരു വഞ്ചനയുടെ ആത്മവഞ്ചനയില്ല. ഈ പെന്തക്കോസ്തിലെ ഒരുപാട് ആളുകൾ, ചെറിയ ചെറിയ ആളുകളൊന്നുമല്ല, എന്ന് പറഞ്ഞാൽ ചെറിയ നത്തോലികളൊന്നുമല്ല, വലിയ വലിയ ആളുകൾ, സ്രാവ് തിമിങ്ങൽ അനത്തിപ്പെട്ട ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുഴുവൻ പൊട്ട തെറ്റാണ്. ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല, കാരണം എന്നെ വിശ്വസിച്ച് പറഞ്ഞു ഒരിക്കലും പറയത്തില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം ഇത് തെറ്റാണ്, പിന്നെ ആളുകളെ വഞ്ചിക്കുക. എല്ലാവർക്കും അറിയാം ഇത് തെറ്റാണ്, പിന്നെ ആളുകളെ വഞ്ചിക്കുക. ഒരു ഓർത്തഡോക്സിലെ അച്ഛൻ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ അതിന് മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു, നമ്മുടെ സ്നാനം തെറ്റാ, അതിൻ്റെ ഒരു ആവശ്യമില്ലത്. അപ്പം സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചതിനാണ്, അത് എന്റെ പണിയല്ല, ഞാനത് ചെയ്തു, എനിക്കിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓർത്തഡോക്സിലെ അച്ഛൻ മണ്ടൻ. അപ്പൊ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിക്കാതിരിക്കാൻ നല്ലത്. അതുകൊണ്ട് യേശു കർത്താവിനെ അപമാനിക്കുന്ന, ദൈവപിതാവിന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന ഈ തെറ്റായ സുവിശേഷത്തിനെതിരെ ചെറുപ്പക്കാർ എഴുന്നേക്കാൻ പോവാ. അവർ സ്ട്രോങ് ആയിട്ട് എഴുന്നേക്കും. എന്നിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. ഒറ്റ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കാണത്തില്ല. ഒറ്റ ചോദ്യത്തിന്. നിങ്ങളുടെ സുവിശേഷം വെറും ക്രാപ്പാണ്, എടുത്ത് ദൂരെ കളയാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്തെക്കുറിച്ച് 644 പ്രാവശ്യം ബൈബിളിൽ പറയുമ്പോ നരകമില്ലെങ്കിൽ സ്വർഗവുമില്ലെന്ന് ഈ എന്റെ വാളിന്റെ കീഴെ, എന്റെ പോസ്റ്റിന്റെ കീഴെ എഴുതിയ കുറെ മാന്യന്മാരുണ്ട്. കുറെ മാന്യന്മാര്, ഇങ്ങോട്ട് വാ മാന്യന്മാർ, ഇങ്ങോട്ട് വാ. എന്റെ പോസ്റ്റിന്റെ കീഴെ നരകമില്ലെങ്കിൽ സ്വർഗവുമില്ല. എടാ പോവേ, ഈ ബൈബിളില് 644 പ്രാവശ്യം സ്വർഗം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നരകം എന്ന് എഴുതിയിരിക്കുന്ന എത്ര സ്ഥലമുണ്ട്? നരകം എന്ന് എഴുതിയിരിക്കുന്ന എത്ര സ്ഥലമുണ്ട്? പഴയ നിയമത്തിൽ ഒറ്റ പ്രാവശ്യമില്ല. പൗലൂസിന്റെ ലേഖനങ്ങൾ 14 ഒരൊറ്റ നരകം കാണിക്കോ? പൗലൂസിന്റെ ലേഖനങ്ങൾ 14 ഒരു നരകം കാണിക്കേ പോരട്ടെ. ആ കൈ ഉള്ളത് 14 പ്രാവശ്യമാണ്, 13 പ്രാവശ്യം. ചില ഇതിനകത്ത് 14 വന്നിട്ടുണ്ട്. ഈ 13 പ്രാവശ്യമാണ് ഈ പുതിയ നിയമത്തിൽ നരകം എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് വെച്ചാണ് ഈ പ്രശ്നം. 13 പ്രാവശ്യം എഴുതിയിരിക്കുന്നതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ, ലൂക്കോസ് സുവിശേഷം 1 പ്രാവശ്യമുണ്ട്. ഈ 13 പ്രാവശ്യത്തിൽ 12 പ്രാവശ്യവും നരകം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഗഹന്ന എന്ന വാക്കാണ്. ഗഹന്ന. പത്രോസിന്റെ ലേഖനത്തിൽ 1 പ്രാവശ്യം നരകം എന്ന് എഴുതിയിട്ടുണ്ട്. അത് ടാർട്ടാറസ്, അതാണ് ലോവർ അബീസ്, അധമ പാതാളം എന്നൊക്കെ പറയുന്നത്, ടാർട്ടാറസ്. അപ്പൊ ഈ 2 വാക്കാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ബൈബിളിൽ നിങ്ങൾ നരകമില്ലെങ്കിൽ സ്വർഗവും ഇല്ലെന്നൊക്കെ അങ്ങ് ധൈര്യത്തിൽ കയറ്റി വെക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ. ആ ചേട്ടന്മാർ മനസ്സിലാക്കണം, ബൈബിളിൽ 644 പ്രാവശ്യം സ്വർഗം എന്ന് എഴുതിയിരിക്കുമ്പോൾ നരകം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന സാധനം, അത് നരകം എന്ന് തർജ്ജമ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഇനി അത് അംഗീകരിച്ചാൽ തന്നെ 13 പ്രാവശ്യമാണുള്ളത്. അത് പുതിയ നിയമത്തിലാണ്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1 പ്രാവശ്യം, പിന്നെ യാക്കോബിന്റെ ലേഖനത്തിൽ 1 പ്രാവശ്യം. ഇത്രയൊക്കെ ഉള്ളത്. യോഹന്നാന്റെ സുവിശേഷം നോക്കുക, സുവിശേഷങ്ങളിലെ സുവിശേഷം ഏറ്റവും ഗോൾഡൻ ഗോസ്പൽ. നിങ്ങൾ നരകം കാണിക്കേ. പൗലൂസിന്റെ ലേഖനങ്ങളിൽ ഒരു നരകം കാണിക്കേ എന്ന് വെച്ച് മത്തായിയുടെ സുവിശേഷം തിരുവെഴുത്തല്ലെന്ന് പറയുന്നില്ല. അതിലേക്ക് നമ്മൾ വരും. മുങ്ങാൻ പോകുന്ന കപ്പലിൽ ആള് കയറ്റുന്ന പണിയല്ല സുവിശേഷം. ഷാജി ബന്നി, ഇത് മുങ്ങാൻ പോകുന്ന കപ്പലല്ല ഷാജി ബന്നി. കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സല്ല ആള് വിളിക്കുന്നത്. അത്രയ്ക്ക് നാണമില്ലാത്തവന്മാര്. കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സാണ് ആള് വിളിച്ച് കയറ്റുക, ടിക്കറ്റും കൊടുക്കുക. 2 or 3 പ്രാവശ്യം നരകം എന്ന് എഴുതിയാൽ നരകമുണ്ട്. ആ നരകം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാ. യേശു കർത്താവ് പറഞ്ഞ നരകം, നരക വിവരണം യേശു പറയാണ്. നമ്മൾ നോക്കും എന്നാന്ന്. പാവ ജോർജ് കോശി, നല്ലൊരു മനുഷ്യനാണ്, എന്തോ ചെയ്യുന്നത്, വഞ്ചിക്കപ്പെട്ടു പോയി. ഇപ്പൊ ഈ പറയുന്ന ഒരു പ്രയോജനം ഇല്ലാത്ത ഇൻഷുറൻസ് ഒക്കെ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്ന ആളുകളുണ്ട്. വന്ന് വാചടിച്ച് നമ്മൾ ഓർക്കും ഇത് കുഴപ്പം എടുക്കണം. അപ്പൊ അങ്ങനെ എടുപ്പിക്കുന്നുണ്ട്. അതുപോലെ മതപ്രചരണം നടത്തിയ ആളുകളെ മതത്തിൽ ചേർക്കുക. എന്നിട്ട് അതല്ല പരിശുദ്ധാത്മാവാണെന്നും ഒക്കെ പറയാ. നോ പരിശുദ്ധാത്മാവ്, എന്നിട്ട് പരിശുദ്ധാത്മാവൊന്നുമല്ല, ആളുകളെ വഞ്ചിക്കുന്നുണ്ട്. ഇവിടെ ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നതിനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂട എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. അപ്പൊ ഇത് യേശു കർത്താവ് പറഞ്ഞ, യേശു കർത്താവ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചു. ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് ന്യായപ്രമാണം പഠിപ്പിക്കുകയാണ്. He was giving a very beautiful interpretation of what the law of Moses is really. അപ്പോൾ ലോ ഓഫ് മോസസിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7
അധ്യായങ്ങളിലൊക്കെ യേശു നടത്തുന്നത്. കാരണം നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനിങ്ങനെ പറയുന്നു. അപ്പോൾ ഈ ഗഹന്ന എന്ന വാക്കാണ് നമ്മൾ പഠിക്കുക. ഗഹന്ന എന്ന വാക്ക് ഒരു ലിറ്ററൽ പ്ലേസ് ആണ്, ഒരു ലിറ്ററൽ പ്ലേസ്. അത് യെരുശലേമിലുള്ള ഒരു താഴ്വരയാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇപ്പൊ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് എങ്ങനെയായിരുന്നു ആ താഴ്വര, അതിനെ പറ്റിയുള്ള ഹിസ്റ്ററി ഒക്കെ വായിക്കാൻ കഴിയും. നിങ്ങളെല്ലാം ഒരു സെൽഫ് സ്റ്റഡി നടത്തുക, അങ്ങനെ ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ ഞാനിതിങ്ങനെ ഞാനായിട്ട് കണ്ടുപിടിച്ച വലിയൊരു കാര്യമായിട്ട് പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്. ഒരു വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തം 28-ാം അധ്യായം 3-ാം വാക്യം. 2 ദിനവൃത്താന്തം 28-ാം അധ്യായം 3-ാം വാക്യം. അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛാചാര പ്രകാരം തന്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യുകയും ചെയ്തു. അവൻ പൂജാഗിരികളിലും ഓരോ പച്ചവൃക്ഷത്തിന് കീഴിലും ബലി കഴിച്ചും. അപ്പം ആഹാസ് എന്ന രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. 2 ദിനവൃത്താന്തം 28-ാം അധ്യായം 3-ാം വാക്യം നിങ്ങൾ വായിക്കുക. 2 ദിനവൃത്താന്തം 28-ാം അധ്യായം 3-ാം വാക്യം. അപ്പൊ അവിടെ പറയാം, ആഹാസ് എന്ന രാജാവ് മൊളെക് എന്ന മൊവാബ് ദേവന് തന്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത മ്ലേച്ഛമായ കാര്യം പ്രവർത്തിച്ചു. ആ കാര്യം പ്രവർത്തിച്ച സ്ഥലമാണ് ബെൻഹിന്നോം താഴ്വര. ഈ ബെൻഹിന്നോം താഴ്വരയാണ് ഗഹന്ന. അതാണ് യെരുശലേമിന്റെ അരികിലുള്ള ആ താഴ്വര. മറ്റൊരു വാക്യം ഞാൻ വായിക്കാം. 2 രാജാക്കന്മാർ 23:10. 2 രാജാക്കന്മാർ 23:10. ആരും തന്റെ മകനെയോ മകളെയോ മൊളേക്കിനെ അഗ്നിപ്രവേശം ചെയ്യിക്കാതിരിക്കേണ്ടതിന് ബെൻഹിന്നോം താഴ്വരയിലെ ദഹന സ്ഥലവും അവൻ അശുദ്ധമാക്കി. ബെൻഹിന്നോം താഴ്വരയിലെ ദഹന സ്ഥലം അവൻ അശുദ്ധമാക്കി. കാരണം അന്ന് വലിയ ഹിറ്റായിരുന്നു ഈ മൊളോക്കിന് യാഗം കഴിക്കുന്നത്. സ്വന്തം മക്കളെ പിടിച്ച് യാഗം കഴിക്കുക. അതുകൊണ്ട് ഭയങ്കര പ്രയോജനം ഉണ്ടാകും. ഇതെങ്ങനെ ഈ വിശ്വാസം വന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പുറകോട്ട് പോയാൽ മതി. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പുറകോട്ട് പോകുമ്പോൾ ഈ പെന്തക്കോസ്തുകാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട്. ഉപവാസ പ്രാർത്ഥനയൊക്കെ നമ്മളങ്ങ് കൊഴിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഒരു വാക്യമാണ്. നിങ്ങൾ നോക്കിയാൽ 2 രാജാക്കന്മാര് 3-ാം അധ്യായം എടുക്കണം. 2 രാജാക്കന്മാർ 3-ാം അധ്യായം എടുക്കണം. എന്നിട്ട് 16-ാം വാക്യം. ഇതാണ് ഉപവാസ പ്രാർത്ഥന കൊഴിപ്പിക്കുന്ന മാർഗം. ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം അങ്ങ് സംഗതി കയറി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ വാക്യം വായിക്കും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുകയും നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കോണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ, കണ്ടോ, ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഗ്ലോറി. അപ്പൊ ഇതാണ് വാക്യം. എന്ന് പറഞ്ഞാൽ കുഴികൾ വെട്ടുകയും കാറ്റ് കാണത്തില്ല, വെള്ളം കാണത്തില്ല, പക്ഷെ ഇവിടെ എല്ലാം വെള്ളം വന്ന് പറയും. ഇതാണ് പ്രവചനം. ഈ പ്രവചനം ആര് പറഞ്ഞു? എലീഷ പ്രവചിച്ചു. ഇസ്രായേലിലെ ശക്തനായ പ്രവാചകൻ എലീഷ പ്രവചിച്ചു. അവർ യുദ്ധത്തിന് പോയി. മൊവാബുമായിട്ടുള്ള യുദ്ധത്തിൽ എലീഷയുടെ പ്രവചനമാണ്. ആ പ്രവചനം കേട്ടിട്ട് ഇവർ യുദ്ധത്തിന് പോയി. മൊവാബിരൊക്കെയും കേട്ടപ്പോൾ ആയുധം ധരിക്കാൻ അവര് ആ പ്രവചനം നടന്നു. അതായത് വെള്ളമൊക്കെ വന്ന് നിറഞ്ഞു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? മൊവാബിരെ തോൽപ്പിച്ചോടിച്ചു. അവർ ഇസ്രായേൽ പാളയത്തിൽ എത്തിയപ്പോൾ ഇസ്രായേൽ എഴുന്നേറ്റ് മൊവാബിരെ തോൽപ്പിച്ചോടിച്ചു. അവർ ദേശത്ത് കടന്നു നിന്ന് മൊവാബിരെ പിന്നെയും തോൽപ്പിച്ചു. പട്ടണങ്ങളെ അവർ ഇടിച്ചു. നല്ല നിലമൊക്കെയും കല്ലിട്ട് നികത്തി അടിച്ച് തകർത്തു. അങ്ങ് കയറുകയാണ്. അങ്ങനെ കയറി കഴിഞ്ഞപ്പം 26-ാം വാക്യം വായിക്കണം. നിങ്ങൾ ലിസൺ ചെയ്യുക. 2 രാജാക്കന്മാർ 3:26. മൊവാബ് രാജാവ് പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏതോ രാജാവിനെ അണിമുറിച്ച് ആക്രമിക്കേണ്ടതിന് 700 ആയുധവാണികളെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ സാധിച്ചില്ല. ആകയാൽ എന്ന് പറഞ്ഞ എല്ലാ പരിപാടിയും പരാജയപ്പെട്ടു. എലീഷ പ്രവചിച്ചിരിക്കുന്ന പോലെ ഇസ്രായേൽ അടിച്ചു കയറുകയാണ്. ഒരു തരത്തിലും ജയിക്കാൻ പറ്റുന്നില്ല. അപ്പൊ മൊവാബ് രാജാവ് അറ്റകൈ പ്രയോഗം നടത്തുകയാണ്. 2 രാജാക്കന്മാർ 3:27. അവൻ തന്റെ ശേഷം വാഴുവാനുള്ള ആദ്യ ജാതനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു. അപ്പോൾ ഇസ്രായേലിന്റെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോന്നു. എന്ന് പറഞ്ഞാൽ മൊളേക്കിന് തന്റെ മകനെ യാഗം കഴിച്ചു മൊവാബ് രാജാവ്. ആ സമയത്ത് ഇസ്രായേൽ തോറ്റുപോയി. എലീഷയുടെ പ്രവചനമായിട്ട് പോയതാ. പ്രവചനമൊക്കെ നിറവേറി, ആദ്യ ഭാഗത്തൊക്കെ കറക്റ്റാ. എലീഷയുടെ പ്രവചനം തെറ്റിയില്ല. പക്ഷെ ഇസ്രായേൽ പരാജയപ്പെട്ടു. ഇസ്രായേൽ പരാജയപ്പെട്ടതിന്റെ കാര്യം, അപ്പൊ ഇസ്രായേലിൽ നോക്കിയപ്പം എടാ എലീഷ പ്രവചിച്ചു, നമ്മൾ ചെന്നു, പക്ഷേ മറ്റോൻ മൊളോക്കിന് മകനെ ബലി കഴിച്ചപ്പോൾ നമുക്ക് പണി കിട്ടി. അപ്പൊ അന്ന് തൊട്ട് ഇസ്രായേലിയുടെ മനസ്സ് പയ്യെ മൊളോക്കിലേക്ക് ചാഞ്ഞിട്ട് അവരും പയ്യെ എന്ത് ചെയ്യാൻ തുടങ്ങി? മക്കളെ പിടിച്ച് കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വന്തം മക്കളെ കത്തിച്ചോണ്ടിരുന്ന സ്ഥലമാണ് ഈ ബെൻഹിന്നോം താഴ്വര. പിന്നീട് നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കും. ഒരുപാട് ക്രൂരതകളും മ്ലേച്ഛതകളും ഭീകര കാര്യങ്ങളും ഒക്കെ നടന്ന ഒരു സ്ഥലമാണ് ഈ ബെൻഹിന്നോം താഴ്വര. അതുകൊണ്ട് ഈ ബെൻഹിന്നോം താഴ്വര എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട്. അപ്പൊ യേശുവിന്റെ കാലത്ത് വന്നപ്പോ ഈ ദൈവാലയത്തിലെ മലിന വസ്തുക്കളെ കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലമാണ് ബെൻഹിന്നോം താഴ്വര. ദൈവാലയത്തിലെ മലിന വസ്തുക്കളെ എന്റെ ജോർജ് വിശ്വസിച്ചാൽ വെള്ളസിംഹാസനമൊക്കെ എന്താന്ന് പറഞ്ഞു തരും. ഞാൻ പേടിക്കണ്ട. അപ്പൊ ബെൻഹിന്നോം താഴ്വരയിൽ ദൈവാലയത്തിലെ മലിന വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിക്കുക. അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും അവിടെ പുക പൊങ്ങിക്കൊണ്ടിരിക്കും. ഈ മരിച്ചവരുടെ ശവശരീരങ്ങൾ അവിടേക്കാണ് വലിച്ചെറിയുന്നത്. അപ്പൊ അവിടെ എപ്പോഴും പുഴുക്കൾ ഞൊളച്ചുകൊണ്ടിരിക്കും.
ഇത് കണ്ടോണ്ടിരിക്കുന്നത്, ഇത് ദിവസവും ഈ താഴ്വര അവിടെ ഉണ്ട്, ആ താഴ്വരയെ പറ്റി അറിയാവുന്ന ഓഡിയൻസിനോട് ആ താഴ്വരയെ പറ്റിയാണ് യേശു പറയുന്നത്. അവിടെ തീ കെടുന്നുമില്ല, പുഴുക്കൾ ചാകുന്നുമില്ല. ഏതാ? ബെൻഹിന്നോം താഴ്വര. അപ്പോഴേക്കും നമ്മുടെ ആളുകൾ 2000 കൊല്ലം കഴിഞ്ഞിരുന്ന് ഇത് വായിച്ചിട്ട് ഇങ്ങനെ ഭാവന കാണുകയാണ്. ഓഹോ, എന്നിട്ട് തന്നെ തീ കെടുന്നുമില്ല, പുഴുക്കൾ. അപ്പം തീക്കകത്തൂടെ എന്ത് ചെയ്യാണ്? പുഴുക്കൾ ഇങ്ങനെ. അപ്പൊ ചോദിക്കും, അപ്പം വേദപുസ്തകം കേൾക്കുന്ന സാധാരണ ഹിന്ദുക്കൾ ചോദിക്കും, തീക്കകത്തൂടെ പുഴുവോ? പിന്നെ പ്രത്യേകതരം പുഴുക്കളുണ്ട്. അത് സൈബീരിയയിൽ ഭൂമി കുഴിച്ചപ്പോൾ അങ്ങനത്തെ ഒരു പുഴുവിനെ കണ്ടുപിടിച്ചു. സൈബീരിയയിലാവുമ്പോൾ പിന്നെ സംശയം ചോദിക്കാൻ പറ്റത്തില്ല. സൈബീരിയയിൽ കുഴിച്ച് ഞാനും ഒക്കെ വായിച്ചിട്ടുണ്ട്, ഞാനും ഒക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക, അബദ്ധം പറഞ്ഞാണ്. അപ്പൊ തീക്കകത്തൂടെ പുഴു പോകുന്നു യേശു പറഞ്ഞില്ല. അവിടെ തീ കിടന്നുമില്ല, പുഴു ചാകുന്നില്ല. ഈ തീക്കകത്തൂടെ പുഴു നടക്കുമെന്നല്ല. എന്ന് പറഞ്ഞാൽ ബെൻഹിന്നോം താഴ്വരയിൽ ടെമ്പിൾ വേസ്റ്റ് കത്തിക്കുന്നിടത്ത് നിരന്തരം തീ പൊങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. അവിടെ ജൈവാവശിഷ്ടങ്ങളിൽ പുഴുക്കളും ധാരാളമുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ പറ്റി യേശു പറയാണ്, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ നീ കൈവെട്ടിക്കളാ. കാരണം 2 കൈയും ഉള്ളവനായിട്ട് നീ ബെൻഹിന്നോം താഴ്വരയിൽ പോയി കിടക്കും. എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഒരു പാപം കണ്ടുപിടിച്ചാൽ ന്യായപ്രമാണ പ്രകാരം വിധിക്കും, കല്ലെറിഞ്ഞു കൊല്ലും. കൊന്നു കഴിഞ്ഞാൽ അങ്ങനെ ഈ കൊല്ലപ്പെടുന്നവന്റെ ശരീരം എന്ത് ചെയ്തില്ല? സംസ്കരിക്കത്തില്ല. അതായത് ശിക്ഷാവിധേയമായി കൊല്ലപ്പെടുന്ന ഒരു മൃതദേഹവും സംസ്കരിക്കുന്ന പാരമ്പര്യമില്ല. അങ്ങനെയുള്ള മൃതദേഹങ്ങൾ വലിച്ചെറിയുക. ആ മൃതദേഹങ്ങൾ വലിച്ചെറിയുന്ന ഈ താഴ്വരയിലാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ ശരീരവും അങ്ങനെ വലിച്ചെറിയപ്പെട്ടേനെ. ഏതാണ്? ഈ പുക പൊങ്ങുന്ന, ഈ പുഴുക്കൾ ഞൊളയ്ക്കുന്ന, ഈ ടെമ്പിൾ വേസ്റ്റ് കത്തുന്ന, ഈ ജൈവാവശിഷ്ടങ്ങൾ ദുർഗന്ധം വമിപ്പിക്കുന്ന ഈ ബെൻഹിന്നോം താഴ്വരയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട അനേക അജ്ഞാത മൃതദേഹങ്ങളിൽ ഒരു മൃതദേഹം മാത്രമായി മാറേണ്ട നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെ സ്വന്തം കുടുംബക്കല്ലറയിൽ കൊണ്ട് അടക്കിയ ആളാണ് അരിമത്യാക്കാരൻ യോസഫ്. അതുകൊണ്ടാണ് നമുക്കൊരു തുറക്കപ്പെട്ട കല്ലറയുള്ളത്. അതുകൊണ്ടാണ് അതിന് റെക്കോർഡുള്ളത്. അതുകൊണ്ടാണ് സുറിയാനി സഭ അദ്ദേഹത്തെ തന്റെ പാട്ടിലൂടെ മാനിക്കുന്നത്. അവർ പാടുന്നുണ്ട്, അരിമത്യാ നാട്ടിൽ ധാർമ്മികനായി വാണ യോസേഫ് എന്നൊരു മാനവനേകൻ. എന്തിനാ പാടുന്നെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ പ്രവൃത്തി പോലും അക്കൗണ്ടബിൾ അല്ലാതെ റിവാർഡ് ചെയ്യപ്പെടാതെ പോകത്തില്ല. ചെറിയ പ്രവൃത്തി പോലും ഇത്രയും വലിയൊരു കാര്യം ചെയ്ത ആ വ്യക്തിയെ സഭ അനുസ്മരിക്കുകയാണ്. അതിനാണ് എഴുതി വെച്ചിരിക്കുന്നത് പാട്ടിനകത്ത്. അപ്പൊ ആ യോസഫ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിന്റെ ശരീരം എവിടെ പോയി കിടന്നേനെ? ഈ ബെൻഹിന്നോം താഴ്വരയിൽ പോയി കിടന്നേനെ. കൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരെ ആരും അടക്കിയിട്ടില്ല. അവരെന്ത് ചെയ്തു? ആ കുരിശൻ നിറക്കി ഈ ബെൻഹിന്നോം താഴ്വരയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പൊ ബെൻഹിന്നോം താഴ്വരയിലേക്ക് കള്ളന്റെ ശരീരം പോയി കടന്നു. പക്ഷെ ആ കള്ളനെ പറ്റി യേശു പറഞ്ഞില്ല, നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. അപ്പൊ അത് അവന്റെ ദേഹമാണോ, അവന്റെ ദേഹിയാണോ പറുദീസായിലേക്ക് പോയത്? അത് ചിന്തിക്കേ. അപ്പൊ അവന്റെ ശരീരം നേരെ ബെൻഹിന്നോം താഴ്വരയിലേക്കാണ് പോകുന്നത്. ബെൻഹിന്നോം താഴ്വരയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതായിരുന്നു കർത്താവിന്റെ ശരീരവും. അപ്പൊ അതുകൊണ്ട് യേശു ഇവിടെ പഠിപ്പിക്കുകയാണ്, നിന്നെ പിടിക്കപ്പെട്ടാൽ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. കല്ലെറിഞ്ഞു വന്നിട്ട് അവരെന്ത് ചെയ്യും? നിന്നെ ബെൻഹിന്നോം താഴ്വരയിലേക്ക് എറിയും. അപ്പൊ അതിന് നല്ലത് യു ഡിസിപ്ലിൻ യുവർ സെൽഫ്. നീ എന്ത് ചെയ്യണം? കൈയില്ലാത്തവനായിട്ട്, എന്ന് പറഞ്ഞാൽ നിന്റെ കൈ പോകുന്നതിനേക്കാൾ മാന്യതയാണ് ഒരു എന്ത് ചെയ്യുന്നേ ബെറ്റർ മോറൽ ലൈഫ് നീ നടത്തുന്നത്. ഇതാണ് ന്യായപ്രമാണത്തിന്റെ അന്തസത്ത. ന്യായപ്രമാണത്തിന്റെ അന്തസത്ത യേശു പറയാണ്, സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ ഒരാളെ ഒരു നരകത്തിലും എടുത്തില്ല, നീ നരകത്തിലെടുത്തില്ല. യേശു പറഞ്ഞതിന്റെ അർത്ഥം, സഹോദരനെ നീ മൂഢ എന്ന് വിളിക്കുമ്പോൾ നിന്റെ അകത്ത് ഈവിൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. യേശു പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യും? നീ അഗ്നിനരകത്തിന് യോഗ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവൻച്വലി നിന്നെ ഗ്രസിക്കും. അവസാനം എന്ത് ചെയ്യും? വലിയൊരു സിന്നിൽ നീ ചെല്ലും. അപ്പോൾ നിന്നെ അവർ പിടിക്കും, അവർ നിന്നെ കൊല്ലും. അവർ നിന്നെ കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ താഴ്വരയിൽ കൊണ്ടുപോയി. പിന്നെ മത്തായിയുടെ സുവിശേഷം 23 വരുമ്പോൾ പരീശന്മാരെ നരകസന്തതികളെ എന്ന് വിളിച്ചിട്ടുണ്ട്. നരകസന്തതികളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കത്തിച്ചിരിക്കുന്ന ആ ടെമ്പിൾ വേസ്റ്റ് കത്തുന്ന അവിടെ വീഴേണ്ടവരാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ പാപങ്ങൾ മറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മറച്ചു വെച്ചിരിക്കുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുന്നത്, ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പ് വെളിപ്പെടുന്നു, ചിലരുടെ പാപങ്ങൾ ക്രമേണ വെളിപ്പെടുന്നു. അപ്പോൾ ഓൾ ഹാവ് സിൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി, ദർ ഇസ് നോ ഡിഫറൻസ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ഇതിന്റെ ചുരുക്കം ഇതാണ്. യേശു പറഞ്ഞത് ഈ കാര്യമേ അല്ല. യേശു പറഞ്ഞത് നിന്നെ അവർ പിടിച്ച് അവിടെ ഇടും, അതിന് നല്ലത് നീ കൈയില്ല. അപ്പൊ അല്ലാതെ അത് ലിറ്ററലായിട്ടല്ല. ലിറ്ററലായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ജോർജ് കോശിയൊക്കെ പറയുന്ന സ്വർഗത്തിൽ മുഴുവൻ വികലാംഗരായിരിക്കും. കൈയില്ലാത്തവരും കാലില്ലാത്തവരും കണ്ണു കുത്തിപ്പൊട്ടിച്ചവരും ചെവി മുറിച്ച് കളഞ്ഞവരും എല്ലാം ഈ നിരപ്പലകലൊക്കെ ഇങ്ങനെ നിരങ്ങി എല്ലാം വരികയായിരിക്കും. അയ്യാ കൊഞ്ചം കൊണ്ട, അയ്യാ കണ്ണ് കാണുന്നില്ല, അയ്യാ ഇങ്ങനെയൊക്കെ കുറെ പേരെ കാണുന്ന അലറി വിളിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ അങ്ങനെയാണോ? എല്ലാവരും കൈയും കാലും എല്ലാം തല്ലി ഒടിച്ച്? അന്ന് ആരെങ്കിലും കൈയും കാലും തല്ലി ഒടിച്ചോ? അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ കൈവെട്ട് ശുശ്രൂഷ, കണ്ണൂത്തി പൊട്ടിക്കൽ ശുശ്രൂഷ, ഇതുമെല്ലാം നടന്നു.
ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. ദുർവ്യാഖ്യാനം ചെയ്യുക, ദുർവ്യാഖ്യാനം. അങ്ങനെ ഏർലി ചർച്ച് ചെയ്തിട്ടില്ല. ഏർലി ചർച്ച് എന്റെ പൊന്നച്ച അതിന്റെ അർത്ഥം അതല്ല. സഹോദരനെ മൂഢ എന്ന് വിളിക്കുമ്പോ അവന്റെ ഉള്ളിലെ ഈവിളിനെ കർത്താവ് കാണിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരനെ മൂഢ എന്ന് വിളിക്കുന്ന ഒരു നിസ്സാര പാപമാണ്. അതൊരു വലിയ കാര്യമാണെന്നല്ല യേശു പറഞ്ഞത്, അതൊരു ചെറിയ കാര്യമാണെന്ന് പറഞ്ഞത്. ആ ചെറിയ കാര്യത്തിന്റെ വലിയ ആഘാതത്തെ കർത്താവ് കാണിക്കുക. അത് തന്നെയാണ് മുഴുവൻ കാര്യം. യേശു അന്നത്തെ കാലത്ത് ഒരു പാറ്റേണി പല കാര്യം പറയും. അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് വ്യഭിചാരം ചെയ്യരുത്. ഞാനോ നിങ്ങളോട് പറയുന്നു മോഹത്തോടെ സ്ത്രീയെ നോക്കിയാൽ തന്നെ നീ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റർപ്രിട്ടേഷനാണ് യോഹന്നാൻ കൊടുത്തിരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ സഹോദരനെ പകയ്ക്കുന്നതിനെല്ലാം കൊലപാതകനാകുന്നു. മനസ്സിലായോ? മൂഢാന്ന് വിളിച്ചാലോ ഡബിൾ കൊലപാതകനാകുന്നു. അപ്പൊ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യനാണ് ഇത് എഴുതുന്നത്. അപ്പൊ യേശു ഉദ്ദേശിച്ച എന്താണെന്ന് അവരിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരിൽ നിന്ന് മനസ്സിലാക്കി, അപ്പോസ്തലന്മാരിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോസ്തലിക സഭയുണ്ട്. അപ്പോസ്തലിക സഭ എന്താണ് പറയുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അപ്പോസ്തലിക സഭയുടെ ഇന്റർപ്രിട്ടേഷനിൽ ഇങ്ങനല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ നരകത്തിൽ വീഴരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകരുതേ എന്നാണ്. അപ്പോൾ ആ ദൈവസ്നേഹത്തെ അനുഭവിക്കുവാൻ, ദൈവസ്നേഹത്തെ യോജിക്കുവാൻ, ദൈവസ്നേഹത്തിൽ നിറയുവാൻ നമ്മുടെ ലൈഫ് സമർപ്പിക്കണം. അതിനാണ് ഇവർ ഈ മുഴുവൻ പ്രാർത്ഥനകൾ. അപ്പൊ ഏർലി ചർച്ചിന്റെ പ്രാർത്ഥനകള്, അവരുടെ പഠിപ്പിക്കലുകളെല്ലാം ശരിക്കും അങ്ങോട്ട് പഠിക്കുക. അവര് പറയുന്ന ഇത്രയേ ഉള്ളൂ, എല്ലാ മനുഷ്യനെയും കർത്താവ് വീണ്ടെടുത്തു. പക്ഷെ നമ്മൾ ആ കർത്താവിനോട് ചേരുക. അങ്ങനെ കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കു എന്ന് പറയുന്നത് നമ്മളെല്ലാം റോങ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിനോട് ചോദിച്ചു, ഒരാൾ ചോദിച്ചു, കർത്താവായ യേശുവിനെ രക്ഷകൻ എന്ന് വാഗൊണ്ടേറ്റ് പറയണം, ദൈവം അവനെ ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടും. പക്ഷെ നിങ്ങൾ ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭക്കാരുടെ മാമോദിസ പോയി നോക്ക്, അവിടെ അവർ കർത്താവായ യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റു പറയുന്നില്ല. കണ്ടോ? അപ്പൊ തന്നെ കുഴഞ്ഞില്ലേ? അവരുടെ അതെല്ലാം ഇൻവാലിഡ് അല്ല. അവരവിടെ പറയുന്നത് ഞങ്ങൾ സാത്താനെ ഉപേക്ഷിക്കുന്നു, ഞങ്ങൾ മശിഹായെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും ഒരു സാത്താനുണ്ട്. ആ സാത്താനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു. അതാണ് അവരുടെ പ്രസ്താവന. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റോമാലേഖനം വായിച്ചിട്ടല്ല ഉപദേശം ഉണ്ടാക്കിയത്, റോമാലേഖനം വായിച്ചിട്ടല്ല അവർ ഡോക്ടറിൻ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ആ വ്യത്യാസം. റോമാലേഖനല്ല അവർ കൺസിഡർ ചെയ്യുന്നത്. അവർ ആ റോമാലേഖനം എഴുതുന്നതിന് മുമ്പ് അവർക്ക് ഉപദേശമുണ്ട്. അപ്പം അന്നാണ് ഏർലി ചർച്ചിന്റെ സ്നാനം അങ്ങനെയാണ്. അവർ സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുകയാണ്. അപ്പൊ ആ സാത്താൻ നമ്മളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാത്താനെ കംപ്ലീറ്റ് ആയിട്ട് കത്തിച്ചു കളയും. അതാണ് നരകം എന്ന് നിങ്ങൾ വിവക്ഷിക്കുന്ന ആ തീ. അതാണ് അഗ്നി തടാകം എന്ന് പറയുന്നത്. അഗ്നി തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയും ഗന്ധവും കത്തുന്ന പൊയ്ക. ആ തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് എന്തെല്ലാം എറിഞ്ഞു കളയുന്നത്? മരണത്തെ എറിഞ്ഞു കളയും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ കാണുന്നത്. അവരെ വഞ്ചിച്ച പിശാചിനെ, മൃഗവും കള്ളപ്രവാചനം കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവിടെയാണ് അച്ചാനിപ്പ് പറഞ്ഞത്. 14-ാം വാക്യം, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം. ശ്രദ്ധിച്ചു വായിക്കേ, ഒന്നുകൂടെ വായിച്ചു. നിങ്ങളുടെ കയ്യിലൊക്കെ ബൈബിൾ കാണുമല്ലോ. വെളിപ്പാട് ദിവസം ഇപ്പൊ അച്ചായൻ പറഞ്ഞ വാക്യാണ്, ജോർജ് കോശി അച്ചായൻ പറഞ്ഞു. അച്ചായ ഈ ലിമിറ്റഡ് ബുദ്ധി കൊണ്ട് നിൽക്കരുത്. യേശു പറഞ്ഞത് അതിന്റെ ഇമ്പാക്റ്റ് ആണ്. ആ ചെറിയ പാപം അവനിലിരുന്നിട്ട് എന്ത് ചെയ്യും? വലുതാകും. ഞാൻ വേറെ വാക്യം എടുത്തരാം, കണ്ടോ? വിഷയം മാറ്റിക്കൊണ്ടുപോകും. യാക്കോബ് പറഞ്ഞിരിക്കുന്ന നാവിനെ പറ്റി. നാവ് ചെറിയൊരു അവയവം തന്നെ, എന്നാൽ അത് വലിയ കാട് കത്തിക്കുന്നു. അത് ജീവചക്രത്തിന് മുഴുവൻ തീ പിടിപ്പിക്കുന്നു, നരകത്തീ പിടിപ്പിക്കുന്നു. ആ പറഞ്ഞിരിക്കുന്നത് നരകത്തീ പിടിപ്പിക്കുന്നത് എങ്ങനെ? ചെറിയ അവയവമാണ്. അപ്പൊ ചെറിയ അവയവത്തിന്റെ ഒരു ചെറിയ ആക്ട് അത് ഒരു ഗ്രേറ്റ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നാണ് യാക്കോബ് എഴുതി വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് യേശു പഠിപ്പിച്ചത്. യേശു പഠിപ്പിച്ചാണ് ഇവർ എഴുതുന്നത്. അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കണം. യേശുവിന്റെ ശിഷ്യന്മാരാണ് അവരാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്. അല്ലാതെ അവിടെ അങ്ങനെ ഒരു നരകമില്ല, അങ്ങനെ ഒരു നരകം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു നരകം എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന അറിയിച്ചേനെ. അത് പഴയ നിയമത്തിലും അറിയിച്ചിട്ടില്ല, പുതിയ നിയമത്തെ അറിയിച്ചിട്ടില്ല. പിന്നെ ഇത്രയും ക്രൂരമായ ഒരു പദ്ധതിയും കൊണ്ടാണ് ഈ അപ്പനും മോനൂടെ വന്നതെങ്കിൽ സോറി, നമുക്കെന്തിനും അങ്ങനെ ഒരു ദൈവം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ആ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് സ്നേഹവാനായ ദൈവത്തെയാണ്. കാരണം സ്വർഗം എന്നത് 644 പ്രാവശ്യം ബൈബിളിലുണ്ട്. ഇങ്ങനൊരു നരകം ഉണ്ടായിരുന്ന 1000 പ്രാവശ്യം പറയണമായിരുന്നു. കാരണം വാണിംഗ് കൂടുതൽ കൊടുക്കണമല്ലോ, പ്രോമിസിനേക്കാൾ കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു നരകമില്ല. ന്യായപ്രമാണം എന്നത് 600 പ്രാവശ്യം ബൈബിളിലുണ്ട്. പിതാവ് എന്നത് 944 പ്രാവശ്യമുണ്ട്. ന്യായവിധി എന്നത് ഏകദേശം 344 പ്രാവശ്യമുണ്ട്. അപ്പൊ ന്യായവിധി എന്നത് തന്നെ 344 പ്രാവശ്യമുണ്ട്. അപ്പൊ നരകം ഒരു 300 പ്രാവശ്യം എഴുതണ്ടേ? അതിന് പറയില്ല. ആകെ 13 പ്രാവശ്യമേ ഉള്ളൂ. അത് പുതിയ നിയമത്തിലേ ഉള്ളൂ. അതിനകത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇല്ല, അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ലേഖനത്തിലും ഇല്ല. പിന്നെ ഉള്ളതാണ് ഞാൻ ഈ വായിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ന്യായപ്രമാണത്തെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൻഹിന്നോൻ താഴ്വരയെ പറ്റി കമ്പയർ ചെയ്ത് പറയുന്നതാണ്. അവിടെയാണ് ഈ പുഴിഞ്ഞുളയ്ക്കുന്നതും തീ കത്തുന്നതും. അവിടെ പോയി ചത്തു കഴിഞ്ഞാൽ ന്യായാധിപ സഭ എല്ലാ മുക്കിലും മൂലയിലുണ്ട്. ഈ ന്യായാധിപ സഭ പിടിച്ചു കഴിഞ്ഞാൽ അവർ നിന്നെ അവിടെ കൊണ്ട് ഇടും. ഈ ന്യായാധിപ സഭയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയൊക്കെ കൊണ്ടുവന്ന് കല്ലെറിയാൻ. അതെല്ലാം ലോക്കൽ സ്ഥലങ്ങളിൽ അവരെ കൊണ്ട് അവരിങ്ങനെ നോക്കും. ഇപ്പൊ നിങ്ങൾക്ക് സൗദിയിലുള്ളവർക്കറിയാം, സൗദിയിൽ അവരുടെ ഈ ഒരു എന്താ വാക്ക് ഞാൻ മറന്നുപോയി, അവരിങ്ങനെ ജീപ്പേ സഞ്ചരിക്കും.
സംശയം കൊണ്ട് മതകോടതിയുണ്ട്. മതകോടതി കൊണ്ട് വിസ്തരിക്കും, അടിപ്പിക്കും, അങ്ങനെയുള്ള പരിപാടിയുണ്ട്. അന്നത്തെ കാലത്ത് അതിനേക്കാൾ രൂക്ഷമായിരുന്നു. അവർക്ക് ദൈവാലയത്തിൽ പോലീസ് വരെയുണ്ട്, ടെമ്പിൾ പോലീസ് ഉണ്ട്, ടെമ്പിൾ മിലിറ്ററി. അങ്ങനെ അവരിതൊക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു കാര്യത്തെപ്പറ്റി യേശു പറയുന്നത്. അല്ലാതെ പിതാവായ ദൈവവും പുത്രനായ ദൈവവും കൂടെ കൂടിച്ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ആശീർവാദത്തോടുകൂടെ ഈ സൃഷ്ടിയായ മനുഷ്യനെ ഫ്രൈ ചെയ്ത് അവനെ തണ്ടൂരി ചിക്കനാക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഒരു പരിപാടിക്കല്ല കർത്താവ് വന്നത്. കർത്താവ് ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്, ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, ഈ ലോകത്തെ റിസ്റ്റോർ ചെയ്യാനുള്ള പദ്ധതിക്ക് പുത്രനെ അയച്ചു. അതിന് വിപരീതമായി പറയുന്നത് ദൈവദൂഷണമാണ്. സ്നേഹവാനായ ദൈവത്തെ മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് ദൈവദൂഷണമാണ്. ആ ദൈവദൂഷണം ദയവേത് നിങ്ങൾ ചെയ്യരുത്. ദൈവത്തിന്റെ സ്നേഹത്തെ വേണം നമ്മൾ പ്രഘോഷിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വീണ്ടും ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 20 നമ്മൾ കാണുന്നത് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഇനി ലിസൺ ചെയ്തു. അപ്പൊ തീപ്പൊയ്കയിൽ വീണിരിക്കുന്നത് എന്തൊക്കെയാ? മരണവും പാതാളവും. മരണവും പാതാളവും ഈ തീപ്പൊയ്കയിൽ വീണിരിക്കുക. മരണം എന്ന് പറഞ്ഞാൽ എന്താ? മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപാടാണ്, ദൈവത്തിൽ നിന്ന് അകലുന്നത്. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേഷൻ. ഈ കനി തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിക്കുമെന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ. അതായത് ദൈവം ചെടികളെയും മരങ്ങളെയും സൃഷ്ടിക്കുകയാണ്. ചെടികളെയും മരങ്ങളെയും സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം മണ്ണിനോടാണ് സംസാരിക്കുന്നത്. മണ്ണിനോട് പറയാണ് ചെടികൾ അവിടെ നിന്ന് ഉയർന്നു വരട്ടെ. അപ്പൊ ചെടികളും മരങ്ങളും മണ്ണിൽ ഉയർന്നു. അപ്പൊ ചെടികളും മരങ്ങളും വസിക്കേണ്ട എൻവയോൺമെന്റ് ഏതാണ്? മണ്ണാണ്. ആ ചെടികളുടെയും മരങ്ങളുടെയും റിസോഴ്സ് എവിടെയാണ്? മണ്ണാണ്. ചെടികളും മരങ്ങളും റൂട്ട് ചെയ്യേണ്ട എവിടെയാണ്? മണ്ണിലാണ്. അപ്പൊ മണ്ണിൽ നിന്ന് മാറ്റിയാൽ ചെടികൾ മരിക്കും. ആണ് അപ്രൂട്ടഡ്, വേര് പിഴുതെടുക്കുന്ന. അപ്രൂട്ട് ചെയ്യുന്ന ചെടികളും മരങ്ങളും നശിക്കുകയാണ്, മരിക്കുകയാണ്. മത്സ്യങ്ങൾ എവിടെയാണ്? ജലത്തിലാണ്. അപ്പൊ ജലത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. ഗോഡ് സ്പോക്ക് ടു ദ വാട്ടർ. ദൈവം വെള്ളത്തോട് കൽപ്പിച്ചു, വെള്ളത്തിൽ മത്സ്യങ്ങൾ ഉണ്ടായി. ആ മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് എടുത്താൽ എന്ത് ചെയ്യും? മത്സ്യം മരിക്കും. അപ്പൊ സെപ്പറേഷൻ ഫ്രം ഇറ്റ്സ് എൻവയോൺമെന്റ്, അതിന്റെ ആ അന്തരീക്ഷത്തിൽ നിന്ന്, പരിസ്ഥിതിയിൽ നിന്ന് പറിച്ചു മാറ്റുമ്പോൾ മരണമാണ്. ആകാശത്തിൽ പക്ഷികൾ പറക്കുന്നു, വെള്ളത്തിൽ മത്സ്യങ്ങൾ ചലിക്കുന്നു, ഭൂമിയിൽ മരങ്ങൾ കിളിർത്തുയരുന്നു. മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തില്ല? മണ്ണിനോടും കൽപ്പിച്ചില്ല, വെള്ളത്തോടും കൽപ്പിച്ചില്ല. ദൈവം തങ്ങളിൽ തന്നെ, ട്രിനിറ്റിക്കകത്ത് പറയാണ്, ലെറ്റ് us make man in our image. നമ്മുടെ സാദൃശ്യത്തിൽ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോ ആ മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ട്രിനിറ്റിയിലാണ്, ദൈവത്തിന്റെ ഉള്ളിലാണ്. ദൈവത്തിന്റെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ മണ്ണുകൊണ്ട് ഒരു പ്രതിമ മെനഞ്ഞിട്ട് അവന്റെ മൂക്കിലേക്ക് ആ അകത്തെ മനുഷ്യനെ ഊതി. അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സോ man created in God. ആ ദൈവത്തിൽ മാത്രമേ അവന് ജീവനുള്ളൂ. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നു പോകും ഈ കനി തിന്നാൽ. അപ്പൊ ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയി. അപ്പോൾ അവൻ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞു. അതാണ് മരണം, സെപ്പറേഷൻ. അപ്പം യൂണിയനാണ് ലൈഫ്, സെപ്പറേഷൻ ആണ് മരണം. അപ്പൊ യൂണിയനെയാണ് കർത്താവ് കൊണ്ടുവന്നത്. അവനിൽ ജീവനുണ്ട്. ആ ജീവൻ മനുഷ്യന്റെ വെളിച്ചമാണ്. ഓ, സൺ ഓഫ് ഗോഡ് ബ്രോട്ട് ലൈഫ്. ജീവനെ കൊണ്ടുവന്ന് ആർക്കാണ്? എല്ലാ മനുഷ്യർക്കും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എല്ലാ മനുഷ്യർക്കും ജീവനെ കൊണ്ടുവരാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള യോജിപ്പാണ്, റീയൂണിയൻ ആണ്, റീയൂണൈറ്റ് ചെയ്യിക്കുകയാണ്. ആ റീയൂണൈറ്റ് ചെയ്യിക്കണം. അതുകൊണ്ടാണ് കർത്തൃമേശ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് അന്ത്യോക്യയിലെ സെന്റ് ഇഗ്നേഷ്യസ് പറഞ്ഞത്. കാരണം ഇത് നമ്മളെ യോജിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ കിടക്കുന്ന എന്താണ്? മരണം. മരണം എവിടെ കിടക്കുകയാണ്? മരണം തീപ്പൊയ്കയിൽ കിടക്കുകയാണ്. അപ്പോ ഈ തീപ്പൊയ്കയിൽ മരിക്കാൻ പോകുന്നത് എന്താണ്? ഈ തീപ്പൊയ്കയിൽ മരിക്കാൻ പോകുന്നത് മരണമാണ്. എന്ന് പറഞ്ഞാൽ അനിഹിലേഷൻ ഓഫ് ഡെത്ത് ആണ്. ഡെത്തിനെ ഇല്ലാതാക്കുകയാണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഫ്രം ഗോഡ് ആണ്. അപ്പോ പാതാളത്തെയും മരണത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇനി ആരും ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റഡ് അല്ലെന്നാണ്. അവിടെയാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പെർഫെക്റ്റ് പ്ലാൻ ഫുൾഫിൽ ആകുക. വെളിപ്പാട് പുസ്തകം 20 തീപ്പൊയ്ക വായിച്ചിട്ട് പേടിക്കല്ല വേണ്ടത്, സ്തോത്രം ചെയ്യാ വേണ്ടത്. ഗ്ലോറി, ഹല്ലേലൂയ. കാരണം ഇവിടെ നോക്ക്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്ക തള്ളിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒന്ന് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ അതിനെയും തീപ്പൊയ്ക തള്ളിയിടുക എന്ന് പറഞ്ഞാൽ ആ തീപ്പൊയ്കഴി ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും വീഴുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് എല്ലാ തരം കലുഷതകളും മാറുകയാണ്. ദൈവത്തോടുള്ള എല്ലാ എൻമിറ്റിയും മാറുകയാണ്. ദൈവത്തോടുള്ള എല്ലാ സെപ്പറേഷനും മാറുകയാണ്. ആ തീപ്പൊയ്കയിൽ എല്ലാവരും ദൈവത്തെങ്കിലേക്ക് ചേരും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാം. ബാക്കിയുള്ളവരെന്ത് ചെയ്യുകയാണ്? ആ വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കുകയാണ്. അടുത്തത് 21 അധ്യായത്തിൽ, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. അപ്പൊ രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സെപ്പറേഷൻ മാറ്റിക്കളയുന്ന സ്ഥലമാണ്.
താഴോട്ട് വായിച്ചു കഴിയുമ്പോൾ പിന്നെ നഗരത്തെ പറ്റി നമുക്ക് കാണാം. നഗരത്തെ പറ്റി വളരെ വ്യക്തമായി ഇങ്ങനെ പറയുകയാണ്. അപ്പൊ എത്രയോ വിശദമായിട്ടാണ് ആ നഗര വിവരണം അവിടെ കാണുന്നത്. നഗര വിവരണം അവിടെ കാണുന്നത് ഒത്തിരി പേര് സംശയം ചോദിക്കുന്ന രണ്ട് വിഷയം അവിടെ ആളുകൾ ചോദിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അവിടെ ജീവവൃക്ഷത്തെ കാണുന്നുണ്ട്. അവിടെ നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷമൊന്നുമില്ല, അതെല്ലാം അവസാനിച്ചു. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന എല്ലാം അവസാനിച്ചു. ഇപ്പൊ അവിടെ ജീവവൃക്ഷമുണ്ട്. അപ്പൊ അവിടെ ജാതികളുടെ രോഗശമനത്തിന് ആ ഇല ഉതകും എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണ്? ഒത്തിരി പ്രാവശ്യം പലരും ചോദിച്ചിട്ടുള്ള. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഈ രണ്ടാമത്തെ മരണമാകുന്ന ഈ തീപ്പൊയ്ക, അവിടെ അവർ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യും. പടകിൽ പത്രോസ് കണ്ടതുപോലെ അവർ ദൈവത്തെ കാണുകയാണ്, ദൈവത്തിന്റെ സ്നേഹത്തെ കാണുകയാണ്. അവിടെയാണ് അവർ ശരിക്കും ദൈവത്തെങ്കിലേക്ക് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നേരെ കയറി അവർക്ക് എങ്ങോട്ട് വരാം? ഈ വിശുദ്ധ നഗരത്തിലേക്ക് വരാം. നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതിന് ഞാനൊരു വ്യക്തമായ സൂചന തരാം. അതുകൊണ്ടാണ് അതിന്റെ ഗേറ്റ് ഒരിക്കലും അടയ്ക്കത്തില്ല. നഗരത്തിന്റെ ഗേറ്റ് ഒരിക്കലും അടയ്ക്കത്തില്ല. നമ്മളെ ഒത്തിരി ഒഫൻഡ് ചെയ്യുന്ന ഉപമയുണ്ട്, അതൊക്കെ അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കുന്നതായിരിക്കും. ഇപ്പൊ ആളുകളിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, 10 കന്യകമാരുടെ ഉപമ 10 കന്യകമാരുടെ ഉപമ പറയാം. 10 കന്യകമാരുടെ അപ്പൊ 10 കന്യകമാരുടെ ഉപമ, അതിനകത്ത് മണവാളം കഥ അടച്ചു എന്നൊക്കെ പറയും. പക്ഷേ ഉപമയ്ക്കകത്ത് കഥ അടച്ചെങ്കിലും ആക്ച്വാലിറ്റിയിൽ ഈ പുതിയ യെരൂശലേമിന്റെ നഗരത്തിന്റെ കവാടം ഒരിക്കലും അടയ്ക്കപ്പെടും. ഒരിക്കലും തുറന്നിട്ടിരിക്കുകയാണ്. എന്തിനാണ്? തീപ്പൊയ്കയിൽ വീണിരിക്കുന്നവർ ഇനഫ് അവിടെ കടന്നു കഴിയുമ്പോൾ അവർക്ക് കയറി പോരാ. മതി എന്ന് തോന്നുമ്പോൾ, ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യാമെന്ന് തോന്നുമ്പോൾ, എനിക്ക് ദൈവത്തോട് കൂടെ വസിക്കാമെന്ന് തോന്നുമ്പോൾ, വസിക്കണ്ടെന്ന് തോന്നുന്ന ആ അനുഭവം മാറിയിട്ട് എനിക്ക് വസിക്കാമെന്ന് തോന്നുന്നവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കയറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കയറുന്നവർ വരുമ്പോൾ എപ്പം വന്നാലും അവിടെ വെയിറ്റിംഗ് ഇല്ല. നോ വെയിറ്റിംഗ്, നോ സ്ക്രീനിങ്, ഏത് സമയത്ത് അകത്തോട്ട് കയറാം. അതിനാണ് ഈ വാതിൽ, നഗരത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. അടയ്ക്കുന്ന പരിപാടിയില്ല. അടച്ചിരുന്നെങ്കിൽ ഇവർ പറയുന്ന ഉപദേശം ശരിയായിരുന്നു. അടയ്ക്കത്തില്ല, തുറന്നിട്ടിരിക്കുകയാണ്. ഇവർ കയറി വരികയാണ്. ഇവർ കയറി വന്നിട്ട് ഈ മുറിവുണ്ടല്ലോ, എന്നാൽ ദൈവത്തോട് കൺഫേം ആകാത്ത ആ മുറിവ്, ആ രോഗശമനത്തിനാണ് ഇതിന്റെ ഇല, ജീവവൃക്ഷത്തിന്റെ ഇല. ആ ജീവവൃക്ഷത്തിന്റെ ഇല കഴിക്കുന്നതോടുകൂടി അവരുടെ രോഗം മാറും. അവരുടെ രോഗം എന്താണ്? കർത്താവിനോട് ചേരാൻ പറ്റാത്തതിന്റെ ആ അസ്വസ്ഥതകൾ മാറും. അതിലൂടെ അവർ കർത്താവിനോട് ചേരും. അത് അവിടെ ചെന്ന് ആ ഇല പറിച്ചു തിന്നണോ, ഇവിടെ വെച്ച് നമുക്ക് ആ ഇലയ്ക്ക് പകരമുള്ള സാധനമുണ്ട്. അതായത് അവിടെ ചെന്നിട്ട് ആ ഇല പറിച്ചു തിന്നണോ, ഇവിടെ വെച്ച് നമുക്ക് ആ ഇലയ്ക്ക് പകരമുള്ള സാധനമുണ്ട്. ആ ഇലയ്ക്ക് പകരമുള്ള സാധനമാണ് പരിശുദ്ധ കുർബാന. ഞാൻ പറഞ്ഞ്, ഈ തീക്കാത്തിന്ന് കയറുന്നവൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഇല പറിച്ച്, ആ ഇല കൊണ്ടൊരു തെറാപ്പിയാണ്. ആ ഇല കൊണ്ട് അവൻ സൗഖ്യമായിട്ട് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിലോട്ട് ജോയിൻ ചെയ്യാൻ, അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ എല്ലാം മാറുകയാണ്. ആ ഇഷ്യൂ അവിടെ വെച്ച് പരിഹരിക്കാതെ ഇവിടെ വെച്ച് പരിഹരിക്കാനാണ് അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. യുണൈറ്റിംഗ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഒന്നാക്കുകയാണ്. ഓൾ ഇൻക്ലൂസീവ് ഗോസ്പൽ. ദിസ് ഈസ് ഇൻക്ലൂഷൻ, നോട്ട് എക്സ്ക്ലൂഷൻ. അങ്ങനെ പുറത്താക്കി കളയുന്നല്ല, ഇൻക്ലൂഷനാണ്. ഈ ഇൻക്ലൂഡ് ചെയ്യുന്ന എവിടെയാ? ഒരേ ശരീരത്തിൽ നാം സ്നാനം വെക്കാണ്. ആ ശരീരത്തിൽ അവൻ ഇതെല്ലാം ഫുൾഫിൽ ചെയ്യാണ്, തന്റെ ശരീരത്തിൽ. അപ്പൊ ആ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേരുവാൻ ഇപ്പോൾ നമുക്ക് ഈ കർത്തൃമേശ തന്നിരിക്കുകയാണ്. അപ്പൊ ആ കർത്തൃമേശയിൽ ഇപ്പോൾ ഭാഗവാക്കാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ക്രിസ്തുവിനോട് കൺഫേം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് റോമർ 12 പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നാം ക്രിസ്തുവിനോട് ചേരുകയാണ്. അവിടെ ക്രിസ്തുവിനോട് ചേരാത്ത ആളുകൾ അവിടെ വന്നു കഴിയുമ്പോൾ തീപ്പൊയ്കക്കകത്ത് കയറി വരും. എന്റെ വിചാരം മുഴുവൻ മലയാളികൾ മുഴുവൻ ആ ഗേറ്റിംഗ് നിൽക്കായിരിക്കും, ആരൊക്കെ കയറി വരുന്നത് കാണാൻ. മലയാളികളായിരിക്കും കൂടുതൽ കയറി വരുന്നത്, കാരണം ഇങ്ങനെ റോങ് ഗോസ്പലാണ് മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദ വർക്ക് ഓഫ് റിഡംഷൻ കർത്താവ് ചെയ്തു കഴിഞ്ഞു. മുഴുവൻ യൂണിവേഴ്സും റിസ്റ്റോറേഷൻ പ്രോസസ്സിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കാലസമ്പൂർണ്ണത വ്യവസ്ഥയിൽ സകലതും ക്രിസ്തുവിൽ ഒന്നായിത്തീരും. ക്രിസ്തുവിൽ ഒന്നായിത്തീരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ജീവനും അക്ഷയതയും ക്രിസ്തുവിൽ വെളിപ്പെട്ടതുപോലെ എല്ലാ മനുഷ്യരിലേക്കും പരക്കും. ഇതൊക്കെയാ സംഭവിക്കാൻ പോണേ. അത് സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടി ദൈവം ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി കുറച്ചു പേരെ കൊണ്ട് ഒളിച്ചിരിക്കാൻ, ബാക്കിയുള്ളവരെ കത്തിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല. അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അത് നിങ്ങളുടെ പ്രതീക്ഷ മാത്രമാണ്. അത് നിങ്ങളുടെ ഒരു ഭ്രാന്തമായ ഭാവനയാണ്, ഭ്രാന്തമായ ഭാവന. അതുകൊണ്ട് ആ ഭാവനയെ കളയുക. ഇതാണ് സത്യം. കർത്താവ് എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിച്ചു, കർത്താവ് എല്ലാ മനുഷ്യരെയും രക്ഷിച്ചു. അത് വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. വിശ്വസിക്കാത്തവർ എന്ത് ചെയ്യും? ശിക്ഷാവിധി അനുഭവിക്കും. എന്താണ് ശിക്ഷാവിധി? ശിക്ഷാവിധി എന്താണ്? യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട് സുവിശേഷത്തിൽ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നതാണ് ശിക്ഷാവിധി. അല്ലാതെ വേറെ ശിക്ഷാവിധി ഒന്നുമില്ല. ന്യായവിധി എന്നത് അല്ലാതെ വേറൊരു ന്യായവിധി ഇല്ല. ഇവർ പറയുന്നത് വേറൊരു ന്യായവിധി വന്ന് കർത്താവ് വരെ എല്ലാം ന്യായം വിധിച്ച് കരിച്ചു കളയും. അങ്ങനെയല്ല, ന്യായവിധി നടന്നു കഴിഞ്ഞു. ന്യായവിധി അവന്റെ പുത്രനിൽ സംഭവിച്ചു കഴിഞ്ഞു.
വെളിച്ചം ലോകത്തിൽ വന്നു കഴിഞ്ഞു. ആ വെളിച്ചം വന്നിട്ടും അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നത് ന്യായവിധിയാണ്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നത് ന്യായവിധിയാകും. ആ ന്യായവിധിയിൽ നിന്ന് നമുക്ക് മാറാം. എപ്പോഴാ? ഇപ്പൊ ആ വെളിച്ചത്തെ സ്നേഹിക്കുക. ദാവീദ് നിന്റെ പ്രമാണങ്ങളിൽ ഞാൻ രസിക്കുന്നു. റിജോയ്സ് ഇൻ ഹിസ് സ്റ്റാറ്റ്യൂട്ട്സ്. അവന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുക. ഇതാണ് നരകത്തിന്റെ സ്ഥിതി. നരകം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പ്രധാനമായും ഈ ഗഹന്ന എന്ന വാക്കാണ് നരകമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു സെൽഫ് സ്റ്റഡി നടത്താം. വാട്ട് ഈസ് ഗഹന്ന എന്ന് നിങ്ങൾ അടിച്ചു നോക്കുക. ഗഹന്ന എന്താണെന്ന് നോക്കുക. ബെൻഹിന്നോ താഴ്വര എന്താണെന്ന് നോക്കുക. അത് യേശുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നോക്കുക. യേശു പറഞ്ഞത് അതിനെക്കുറിച്ചാണോ എന്ന് നോക്കുക. ഇത്രയൊക്കെ നോക്കുക. അല്ലാതെ നിങ്ങളിങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് നിത്യമായിട്ട് ഇങ്ങനെ തീ അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. തീയുടെ ജ്വാല ഒന്ന് താഴുമ്പോഴേ എന്ന് പറഞ്ഞൊരു പാമ്പ് ഇങ്ങനെ വരും. പിന്നെ പെട്ടെന്ന് വഴുവഴുപ്പുള്ള ഒരു പാമ്പ് ദേഹത്തോട് ഇങ്ങനെ എഴി. ആ പാമ്പ് ഇഴഞ്ഞു തീരാൻ നോക്കി നിൽക്കുക. ഒരു 100 പുഴു ഇങ്ങനെ ദേഹത്തോട്ട് കയറും. 100 പുഴു ഇങ്ങനെ ദേഹത്തോട്ട് കയറി കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴേക്കും പിന്നെ അടുത്ത തീ ഇങ്ങനെ പൊങ്ങി വരും. ആ തീക്കകത്തോട് നമ്മൾ പൊങ്ങി ഒരു തിരമാല പോലെയാണ്. പണ്ട് ഞങ്ങളുടെ അവിടെ ഒരു മാഷ് വന്ന് വർണ്ണിച്ചാണ്, ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കടലിലെ തിരമാല വരുന്ന പോലെ തീയുടെ തിരമാല ഇങ്ങനെ വരും. തീയുടെ തിരമാല ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പോയി നമ്മൾ മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരും. നമ്മുടെ അമ്മാച്ചനും അളിയനും സഭയിലെ പാസ്റ്ററും ഒക്കെ മറ്റേ സൈഡിൽ പൊങ്ങി വരുന്നതാണ്. അതായത് നമ്മൾ ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ റോളർ കോസ്റ്ററൊക്കെ പോകുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഇതിനെ കൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ പൊങ്ങി പോകുമ്പോൾ നമ്മുടെ അപ്പുറത്തെ ആളുകൾ ഇപ്പുറത്തൂടെ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. നിനക്കൊന്നും വേറെ ഒരു പണിയില്ല. ഇതൊക്കെ ഭ്രാന്തമായ ഭാവനയാണ്. ബാലരമായി കഥ എഴുതാൻ പോവുക. സോറി ടു സേ ദാറ്റ്. പോയിട്ട് കഥ എഴുതി ആകടെ കൊണ്ട് കൊടുത്ത് അതിനകത്ത് വല്ല പ്രസിദ്ധീകരിപ്പിക്കുക. ഇതൊന്നും ദൈവത്തിന്റെ പദ്ധതിയല്ല. ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിൽ അനന്തമായ സ്നേഹമായ ദൈവം തന്റെ പുത്രനെ അയക്കുകയും ഈ പ്രപഞ്ചത്തെ വീണ്ടെടുക്കുകയും ചെയ്തു. റിഡംഷൻ നടന്നു കഴിഞ്ഞു. അടുത്ത റിസ്റ്റോറേഷനാണ്. അതിലേക്ക് നമ്മൾ പോവുകയാണ്. അതേക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നത്. സർവ്വ സൃഷ്ടിയും ഞരങ്ങി ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി. ആ ദിവസം ഏറ്റവും ഗ്ലോറിയസ് ഡേ ആയിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അവിടെ ഒരു മനുഷ്യർക്കും സങ്കടമില്ല. കാരണം അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. നമ്മുടെ പ്രിയപ്പെട്ടവരോ ബന്ധുക്കളോ മിത്രങ്ങളോ ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, അവൻ ആ കണ്ണുനീര് തുടച്ചു കളയും. കാരണം ഓരോരുത്തരും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവനിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കും. കാരണം അതിനാണ് ആ ലേക്ക് ഓഫ് ഫയർ വെച്ചിരിക്കുന്നത്. ലേക്ക് ഓഫ് ഫയറിലൂടെ എല്ലാ ആളുകളും കയറി പോരുകയാണ്. കാരണം മതി, കർത്താവിനോട് ചേരുകയാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അന്ന് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ഒക്കെയും മടങ്ങുകയും ഏത് നാവും യേശു കർത്താവ് എന്ന് വിളിച്ച് പിതാവിന്റെ മഹത്വത്തിനായി പ്രഖ്യാപിക്കുകയും. ദിസ് ഇസ് ഗ്ലോറിയസ് ഗോസ്പൽ. എല്ലാവരുടെയും, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും. സ്വർലോകങ്ങളിൽ ഇപ്പോഴും കർത്താവിന് മുഴങ്കാൽ മടക്കാത്തവരുണ്ട്. സ്വർലോകങ്ങളിൽ അവരും മുഴങ്കാൽ മടക്കും. അവരെയും ദൈവം നിരപ്പിക്കും. അതാണ് കൊലാസ്യർ 1:20 പറയുന്നത്. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സകലത്തെയും തന്നോട് നിരപ്പിക്കുവാൻ യേശുവിന്റെ രക്തത്താൽ കർത്താവിന് തോന്നി. എന്താണ് ഇത്? കർത്താവിന്റെ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഹൃദയം. അതാണ് നമ്മൾ പാപം ചെയ്യുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ രക്തം അവൻ ചൊരിഞ്ഞു, കുരിശിൽ ചൊരിഞ്ഞ രക്തം. ആ രക്തത്താൽ പാപമോചനം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഐക്യപ്പെടുക. ആ ദൈവത്തോട് ഐക്യപ്പെടാൻ കഴിയാത്ത എല്ലാം, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന എല്ലാം, അപ്പൊ ദൈവത്തോട് വിഘടിക്കുന്നതും ദൈവത്തിൽ നിന്ന് അകലുന്നതും അത് നമ്മൾ നിത്യനാശമാണ്. എന്നാൽ കർത്താവ് എല്ലാവരും തന്നിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ്. അതാണ് ഈ യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥത എന്നൊക്കെ ഈ പറയുന്നതിന്റെ അർത്ഥം. അതാണ് സകലതും അവനിൽ നിന്നും, സകലതും അവനാലും, സകലതും അവങ്കിലേക്കുമാകുന്നു. ഓൾ തിങ്സ് ആർ ഫ്രം ഹിം ആൻഡ് ത്രൂ ഹിം ആൻഡ് ടുവേഴ്സ് ഹിം. അതുകൊണ്ട് എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും. എല്ലാ മുഴങ്കാലുകളും അവന്റെ മുമ്പിൽ മടങ്ങും. അതിനുള്ള ഫൈനൽ പ്ലേസ് ആണ് ലേക്ക് ഓഫ് ഫയർ. ലേക്ക് ഓഫ് ഫയറിലാണ് മരണവും പാതാളവും കത്തി ഇല്ലാതെയാകുന്നത്. നോ മോർ ഹോൾഡിംഗ്, നോ മോർ സെപ്പറേഷൻ. പാതാളം എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് പ്ലേസ് ആണ്. മരണം എന്നാൽ സെപ്പറേഷൻ ആണ്. ആ ലേക്ക് ഓഫ് ഫയറിൽ ഹോൾഡിംഗും ഇല്ലാതെയാകും, സെപ്പറേഷനും ഇല്ലാതെയാകും. നോ മോർ ഹോൾഡിംഗ്, നോ മോർ സെപ്പറേഷൻ, നോ മോർ ഡിസ്റ്റൻസ്. ഒന്നുമില്ല. നാം ക്രിസ്തുവിൽ ഒന്നായിത്തീരും. എല്ലാവരും എന്ത് ചെയ്യും? കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥയ്ക്ക് വേണ്ടി സകലതും ഒന്നായിത്തീരും. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് റിസ്റ്റോറേഷൻ. ആ അബ്സല്യൂട്ട് റിസ്റ്റോറേഷനിലേക്കാണ് പ്രപഞ്ചം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങളുടെ മതത്തിന്റെ കച്ചവടത്തിന് യാതൊരു സാധ്യതയുമില്ല. നിങ്ങൾ സൂര്യപ്രകാശത്തെ, വെള്ളത്തെയും വായുവിനെയും കുപ്പിയിലാക്കി വെക്കുകയാണ്. ഓക്സിജൻ കുപ്പിക്കകത്ത് കിട്ടും, വെള്ളം കുപ്പിക്കകത്ത് കിട്ടും, ടോർച്ച് ലൈറ്റ് മേടിക്കാൻ കിട്ടും എന്നതുകൊണ്ട് സൂര്യപ്രകാശത്തിന്റെ പ്രസക്തിയോ സാധ്യതയോ ഇല്ലാതാകുന്നില്ല. കുപ്പിക്കകത്ത് വെള്ളം കിട്ടും എന്നതുകൊണ്ട് കുപ്പിവെള്ളം മാത്രം കുടിച്ചും കുപ്പിവെള്ളം കൊണ്ട് മാത്രം മുഖം കഴിയും. ജനിച്ചപ്പോൾ വളരുന്ന ഒരു കൊച്ചാണ്. അവൻ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അവൻ ജീവിതത്തിൽ വെള്ളം എന്ന് പറഞ്ഞാൽ കുപ്പിവെള്ളമാണ് അറിയാം. ഞാൻ അവനെ പിടിച്ചോണ്ട് പോവാണ്. ഇങ്ങനെ കൊണ്ടുപോയി അവനെ കണ്ടിട്ട് സമുദ്രത്തിന്റെ തീരത്ത് നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്.
അപ്പൊ അവൻ പറയും ഇത് ദുരുപദേശമാണ്, ഈ കിടക്കുന്ന മുഴുവൻ ദുരുപദേശമാണ്. അയ്യോ ദുരുപദേശമാണ്. കാരണം ഇതിന്റെ ചേട്ടാ ഇതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എന്നാ ചേട്ടാ, ഇതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എന്നാ ചേട്ടാ, ഇതിന്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ ISI മാർക്കുണ്ടോ ചേട്ടാ. കുപ്പിവെള്ളം മാത്രം കണ്ടും കുടിച്ചും മുഴുവൻ കോളിഫോം ബാക്ടീരിയ ഉള്ള കുപ്പിവെള്ളം കുടിച്ചിരിക്കുന്ന നിന്നെ ഞാൻ നൈൽ നദി കാണിക്കുകയാണ്, എന്നിട്ട് പിന്നെ ഞാൻ സമുദ്രം പസഫിക് ഓഷ്യൻ കാണിച്ചു തരികയാണ്. ദാണ്ടോ വെള്ളം കണ്ടോ, കരുണയുടെ സാഗരം, കൃപയുടെ സാഗരം. ദാറ്റ് ഈസ് ട്രൂ ചർച്ച്. അതാണ് യേശു കർത്താവ്. ആ കരുണയുടെ സാഗരത്തെ കാണുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. പെന്തക്കോസ്തൽ കുപ്പിവെള്ളം എല്ലാം എറിഞ്ഞു കളഞ്ഞിട്ട് കർത്താവിന്റെ കരുണയുടെ സാഗരവും കർത്താവിന്റെ കരുണയുടെ മഹാനദികളും കാണട്ടെ. കർത്താവിന്റെ കരുണയുടെ മഴ നമ്മുടെ മേൽ പൊഴിയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലസ് യു.